हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേശൻ की जय ഓം ശ്രീ മാത്രേ നമഃ ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ സ്തോത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിഷ്ണു സഹസ്രനാമം പഠിക്കാം, അർത്ഥസഹിതം പഠിക്കാം. എല്ലാവരും വരിക. നമ്മൾ ഭഗവാന്റെ കാരുണ്യത്താൽ വിഷ്ണു സഹസ്രനാമം പഠിക്കാൻ പോവുകയാണ്. എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റും, എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല. എങ്കിലും നമുക്ക് ശ്രമിക്കാം. വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ തൃപാദങ്ങളിൽ നമുക്ക് കോടാനുകോടി പുഷ്പാർച്ചന ചെയ്തുകൊണ്ട് വിഷ്ണു സഹസ്രനാമം പഠിക്കാം. ഹരേ കൃഷ്ണ. എല്ലാവരും റെഡിയല്ലേ വിഷ്ണു സഹസ്രനാമം പഠിക്കാൻ? ഞാൻ നിങ്ങളെ ഒന്ന് ഗുരുവായൂരിലേക്ക് കൊണ്ടുപോവാണ്. അതിരാവിലെയുള്ള ഗുരുവായൂർ ദർശനത്തിന്. ഇപ്പോ ഒന്ന് പോകാം, കണ്ണടച്ചിരുന്നോ, ഗുരുവായൂർ അമ്പലത്തിന്റെ തിരുനടയിലേക്ക് എത്താം. അതിരാവിലെ ഒരു 5 മണിക്ക്. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ, നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല. ഇന്നി കണ്ട തടിക്കു വിനാശവും, ഇന്ന നേരമെന്നേതോ അറിഞ്ഞില്ല. കണ്ടു കണ്ടിരിക്കും ജനങ്ങളെ, കണ്ണിലേതോ വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ കണ്ണിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ, മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ.
അപ്പോൾ എത്ര പേര് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിലെത്തി? കുറച്ചു നേരം. എന്തായാലും നമ്മൾ ഇന്ന് വിഷ്ണു സഹസ്രനാമം പഠിക്കാൻ പോവാണ്. ഒരു മിനിറ്റ്. വിഷ്ണു സഹസ്രനാമം നമ്മൾ പഠിക്കാൻ പോവാണ്. എത്രത്തോളം എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരോടും. ആദ്യമേ ഒരു അഡ്വാൻസ് ആയിട്ട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എടുത്താൽ ശരിയാവോ അല്ലെങ്കിൽ പഠിപ്പിച്ച് തന്നാൽ ശരിയാവോ ഒന്നും അറിയില്ല. ഗുരുപരമ്പരയുടെയും അച്ഛനമ്മമാരുടെയും മഞ്ചരീസിലെ ഭക്തരുടെയും കിച്ചൂട്ടൻ്റെയും രാധാറാണിയുടെയും എല്ലാ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയും ശ്രേയസ്കരമായ കാര്യമാണ് എന്ത് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത്. എല്ലാം ശ്രേയസ്കരമാണ്, പക്ഷേ വിഷ്ണു സഹസ്രനാമം കുറച്ചും കൂടി മേലെയാണ്. എത്ര പേര് വിഷ്ണു സഹസ്രനാമം ഇപ്പോൾ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്? എത്ര പേര് വിഷ്ണു സഹസ്രനാമം കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്? നോട്ട്ബുക്ക്, പെന്ന്, വിഷ്ണു സഹസ്രനാമം മഞ്ചരീസിലൂടെ അയച്ചു തന്ന വലിയ അക്ഷരത്തിന്റെ പുസ്തകം എത്ര പേര് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്? ആകെ ഷൈനി മാതാജി മാത്രം. ജലജ മാതാജി എവിടെയായിരുന്നു ഇത്രയും ദിവസം? കുറെ നാളായല്ലോ ലൈവിൽ കണ്ടിട്ട്. ശ്യാമ മാതാജി എടുത്ത് വെച്ചിട്ടുണ്ട്, അശ്വതി മാതാജി എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രസനാമ പറയുന്നു ശരിയാവുമെന്ന്. പൂന്താനം എക്സാമ്പിൾ അമരപ്രഭു. ഹരേ കൃഷ്ണ. അമ്മേ നാരായണ. പേടിപ്പിക്കാതെ. ആരാ? ശ്രീജിത്ത് പ്രഭു. പേടിപ്പിക്കാതെ നമുക്ക് എടുക്കാം. ഇവിടെ എല്ലാ ശ്രീകലാ മാതാജിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് എടുക്കാം. എന്താ അറിയോ, നമ്മൾ ഭഗവാനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? നമുക്ക് പഠിച്ചു നോക്കാന്നേ, എത്രത്തോളം മനസ്സിലാവുമെന്നോ എത്രത്തോളം എടുക്കാൻ പറ്റുന്നൊക്കെ ഭഗവാന്റെ കൃപാകടാക്ഷം. ഞാനും നിങ്ങളും ഒരുപോലെയാണ് എന്ന് ലൈവിൽ പറയുന്ന കാര്യമാണ്. നമ്മൾ ഒരുപോലെയാണ്. ഒരാൾ അധികം അറിവുള്ളതും ഒരാൾ അറിവില്ലാത്തതും അങ്ങനെയൊന്നുമില്ല. നമ്മൾ രണ്ട് കൂട്ടരും ഒരുപോലെയാണ്. ഓക്കെ, അപ്പൊ എടുത്തു വെക്കുക. നല്ലോണം മനസ്സിൽ ഭഗവാനെ കാണുക. ഇത്ര നാളും എടുത്ത ക്ലാസ്സിലെ കളിയും ചിരിയും തമാശകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇടയ്ക്കൊക്കെ ആയിക്കോട്ടെ, വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും സഹസ്രനാമമാണ്, ഭഗവാന്റെ 1000 നാമങ്ങൾ അർത്ഥസഹിതം നമ്മൾ പഠിക്കാൻ പോവാണ്. ഇതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറണം. കാരണം വിഷ്ണു സഹസ്രനാമം ആരാണോ നിത്യവും ജപിക്കുന്നത് അവരുടെ മനസ്സിലെ ദുഃഖങ്ങൾ ഭഗവാൻ മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, അപ്പം നമസ്തേ മാതാജി. അന്നേരം നമ്മുടെ കിച്ചൂട്ടനും രാധാറാണിക്കും ഇന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമം എടുക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച് നമ്മളത് തീരുമാനിച്ച ഉടനെ ഒരു മാതാജി ഇന്നൊരു സാരി അയച്ചു തന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, മാതാജി അത് ഞാൻ മാതാജിക്ക് അയച്ചിരുന്ന ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ, സന്തോഷം. പക്ഷെ അത് ശ്രീമതി രാധാറാണിക്ക് അണിഞ്ഞിട്ട് നമുക്ക് വിഷ്ണു സഹസ്രനാമം ഒക്കെ എടുക്കണം, രാധാറാണിക്ക് അണിഞ്ഞിട്ടേ ഞാനത് യൂസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇരിക്കെ ഇന്ന് നമ്മുടെ ശാന്താ മാതാജി ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. മാതാജി വന്നു, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നു പറഞ്ഞിരുന്നു. പക്ഷെ വൈകിട്ട് വരാൻ ഞാൻ പറഞ്ഞു. ഞാൻ വേർത്തു കാണില്ല എന്ന് കരുതി. ഞാൻ പൂജ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും മാതാജി വന്നു. മാതാജിയുടെ സമർപ്പണമാണ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടത്. മാതാജി വരുമ്പം കിച്ചൂട്ടനും രാധാറാണിക്കും ഹാരവും അതുപോലെ എന്താ പറയാ പുടവയും എല്ലാം കൊണ്ടുവന്നു. നമ്മളതെല്ലാം ചാർത്തി. എന്തായാലും അവരും പുതുവസ്ത്രമൊക്കെ സ്വീകരിച്ചു മഞ്ചരീസിലൂടെ.
നമ്മൾ സഹസ്രനാമം തുടങ്ങുകയാണ്. അപ്പോൾ വസ്ത്രദാനമൊക്കെ നമ്മൾ കൊടുത്തു, ഭഗവാൻ അത് സ്വീകരിച്ചു. എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. ശ്രീമദ് ഭാഗവതത്തിന്റെ സമാപ്തിയെ കുറിക്കുന്ന ഒരു ശ്ലോകമാണത്. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ഏവ കൃഷ്ണ. ഭാഗവതം എന്ന് പറഞ്ഞാല് പ്രത്യക്ഷ ഏവ കൃഷ്ണ. ഭാഗവതം പ്രത്യക്ഷ സ്വരൂപത്തിലുള്ള കൃഷ്ണനാണ്. ആ ഭാഗവതത്തിന്റെ സമാപ്തി, അതായത് അവസാന ഭാഗത്തെ കുറിക്കുന്ന ഒരു ശ്ലോകമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഭാഗവത സാരവും, അതായത് ഭാഗവതത്തിന്റെ അർത്ഥവും അത് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാപങ്ങളെല്ലാം തീർത്തിട്ട് കർമ്മശേഷി ഇല്ലാതാക്കി കളഞ്ഞാൽ, അതായത് നമുക്ക് ഇനിയിപ്പം കർമ്മങ്ങളൊന്നും അനുഭവിക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പുനർജന്മമില്ലാത്ത ഒരു കേവലാവസ്ഥ, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ലഭിക്കും. നമ്മള് പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാല്, മനസ്സിലായില്ലേ? വെട്രിവേൽ എന്ന് പറയുന്നത് നമ്മുടെ ശാന്താമാതാജിയാണ്. മാതാജി ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റൂല മാതാജി. ഇവിടെ വന്ന് കിച്ചൂട്ടനെയും രാധാറാണിനെയും ഇടയ്ക്കിടയ്ക്ക് കാണും. കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാതാജി അങ്ങ് വല്ലാത്തൊരു വൈബ്രേഷനാണ്. അയ്യോ, ലൈവ് കാണുന്ന പോലും അല്ല എന്ന് പറയും. ഹരേ കൃഷ്ണ. അപ്പോ നമ്മുടെ പാപങ്ങളെല്ലാം പോയിട്ട് കർമ്മ ദുരിതങ്ങളൊന്നും ഇനി നമ്മൾക്ക് അനുഭവിക്കാനില്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ വരിക? നമുക്കൊരു ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് ലഭിക്കും. അതിനുള്ള ഒരു മഹാ ഔഷധമാണ് എന്ത്? നാമസങ്കീർത്തനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറാൻ നമ്മൾക്കൊരു വഴിയുണ്ട്. എന്താ ജീവിതത്തിൽ ആ വഴി? എന്താണ്? നാമസങ്കീർത്തനം. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് അത് ഗീതയിൽ പറയുന്നൊരു വാക്കാണ് കേട്ടോ. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറഞ്ഞാൽ ഗീതയിലുള്ള നാമസങ്കീർത്തനത്തെ കുറിച്ചുള്ള ഒരു വാക്യമാണ്. അപ്പോ അർത്ഥമറിഞ്ഞിട്ട് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? വെറുതെ നമ്മൾ ഇങ്ങനെ ജപിച്ചു പോവരുത്. അർത്ഥമറിഞ്ഞ് നമ്മൾ ജപിക്കണം. എനിക്ക് തോന്നുന്നു ഒരു 80-85% ആളുകളും മഞ്ജരീസിലുള്ളവര് വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമവും ഒക്കെ ജപിക്കുന്നവരാണ്. പക്ഷേ ജപിക്കുമ്പോൾ ആ വാക്കുകൾ മാത്രമേ നമ്മൾ ഉരുവിടുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അർത്ഥമറിഞ്ഞ് ജപിച്ചാൽ ഫലം കൂടുമെന്നാണ് പറയുന്നത്. എന്നാൽ ആ ഫലത്തിന് വേണ്ടിയല്ല നമ്മൾ ജപിക്കുന്നത്. പിന്നെ എന്തിനാ നമ്മൾ ജപിക്കുന്നത്? കർമ്മ ദുരിതങ്ങളെല്ലാം മാറിയിട്ട് നമ്മൾക്ക് ഇനിയൊരു പുനർജന്മം വേണ്ട. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇനിയൊരു പുനർജന്മം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഭഗവാന്റെ തൃപ്പാധാര വിന്ദങ്ങളിലേക്ക് ലയിച്ചാൽ മതി. പുനർജന്മത്തിന് കാരണമാകുന്ന യാതൊരു കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക. ഇന്നലെ വരെ നമ്മൾക്ക് ഒരുപാട് തെറ്റുപറ്റിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഒരുപാട് തെറ്റുകൾ, പുറത്ത് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായിരിക്കുന്ന നിരവധി തെറ്റുകൾ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഇനി അങ്ങനെ ഒരു തെറ്റ് നമ്മൾക്ക് വേണ്ട. ഇന്ന് മുതൽ ഫ്രം ദിസ് മൊമെന്റ് നമ്മൾ എന്താവണം? നമ്മൾ ചേഞ്ച് ആവണം. ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പോ ഭഗവാന്റെ അനന്തനാമങ്ങളിൽ ഇത്ര നാമം എന്നൊന്നും നമ്മൾ പറയില്ല. ഇപ്പൊ നമ്മൾ പറയുന്നു സഹസ്രനാമം എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം ഭഗവാൻ 1000 നാമങ്ങളേ ഉള്ളൂ എന്നല്ല. അതിലേറെ നാമങ്ങൾ ഭഗവാനുണ്ട്. അനന്തമായിരിക്കുന്ന ഭഗവാന്റെ നാമങ്ങളിൽ 1000 നാമങ്ങൾ തെരഞ്ഞെടുത്തിട്ട്, ഒരുപാട് നാമങ്ങൾ എന്താണ് ഭഗവാനുണ്ട്. അപ്പൊ അതിൽ 1000 നാമങ്ങളെ നമ്മൾ തെരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? മന്ത്രമാലാ രൂപത്തിൽ കോർത്തതാണ് സഹസ്രനാമം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, എന്താണ്? എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും എന്തൊരു കാര്യം നമ്മൾ പറയുമ്പോഴും നമ്മൾ അത് അർത്ഥമറിഞ്ഞ് പറയണം. നമ്മൾ വായ തോന്നിയതെല്ലാം കോതക്കി പാട്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയരുത്. അർത്ഥമറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ജപിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. യജ്ഞാനാം ജപയജ്ഞോസ്മി. വിഷ്ണു സഹസ്രനാമം എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് 1000 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. വിഷ്ണുവിന് അനന്തമായിരിക്കുന്ന നാമങ്ങളുണ്ട്. അത് യജ്ഞാനാം ജപയജ്ഞോസ്മി. അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം കൂടും. നമ്മുടെ കർമ്മ ദുരിതങ്ങളെല്ലാം തീർന്ന് ഇനിയൊരു ജന്മമില്ലാത്ത ഒരു നല്ല കേവലമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമെന്നാ പറയുന്നത്. അപ്പോ ഭഗവാന്റെ അനന്തമായിരിക്കുന്ന നാമങ്ങളിൽ നിന്ന് 1000 നാമങ്ങൾ തെരഞ്ഞെടുത്തിട്ട് മന്ത്രമാലാ രൂപത്തിൽ ഒരു മാല പോലെ ആക്കിയതാണ് എന്ത്? സഹസ്രനാമം എന്ന് പറയുന്നത്. ഓരോരോ ദേവതകൾക്കും വ്യത്യസ്തമായ സഹസ്രനാമങ്ങളുണ്ട്. ഗണേശ സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, അയ്യപ്പ സഹസ്രനാമം,
അതുപോലെ വിഷ്ണു സഹസ്രനാമം, ഹനുമത് സഹസ്രനാമം, ശ്രീരാമ സഹസ്രനാമം, അങ്ങനെ നിരവധി സഹസ്രനാമങ്ങൾ, ശിവസഹസ്രനാമം, എല്ലാ ദേവതയ്ക്കും വ്യത്യസ്തമായിരിക്കുന്ന സഹസ്രനാമങ്ങളുണ്ട്. ഗണപതിക്ക്, സുബ്രഹ്മണ്യന്, അയ്യപ്പന്, ശ്രീരാമസ്വാമിക്ക്, ഹനുമാന്, രാധാദേവിക്ക് എല്ലാവർക്കും സഹസ്രനാമങ്ങളുണ്ട്, വെവ്വേറെ സഹസ്രനാമങ്ങളുണ്ട്. അപ്പോ വിഷ്ണു സഹസ്രനാമത്തില് ശിവനാമങ്ങളും ഗണപതി നാമങ്ങളും സുബ്രഹ്മണ്യ നാമങ്ങളും നമുക്ക് എവിടെ കാണാം? വിഷ്ണു സഹസ്രനാമത്തിൽ കാണാം. ആലോചിച്ച് നോക്കണം. വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ നമുക്ക് മഹാദേവന്റെ നാമം കാണാം, ഗണപതിയുടെ നാമം കാണാം, സുബ്രഹ്മണ്യ സ്വാമിയുടെ നാമം കാണാം. അപ്പോ ശർവൻ, ശിവൻ, സ്ഥാണു, ശംഭു, അതായത് ശർവൻ, ശിവൻ, സ്ഥാണു, ശംഭു, ഈ 4 നാമങ്ങളും വിഷ്ണു സഹസ്രനാമത്തിലുണ്ട്. ഇത് 4 ആരുടെ നാമങ്ങളാണ്? മഹാദേവന്റെ നാമങ്ങളാണ്. സ്കന്ദൻ, സോമൻ, ദാത, രവി, സവിത, ഇതര ദേവതാ നാമങ്ങൾ. സ്കന്ദൻ, സോമൻ, ദാത, രവി, സവിത, ഇത് വേറെ ദേവതകളുടെ നാമങ്ങളാണ്. സ്കന്ദൻ എന്ന് പറഞ്ഞാൽ അറിയാലോ ആരാണ്? മുരുകന്റെ നാമങ്ങളാണ്. അപ്പൊ ഇതും ഒക്കെ അതിലുണ്ട്. ന്യഗ്രോധം, അശ്വത്ഥം തുടങ്ങിയ വൃക്ഷനാമങ്ങളും നമുക്ക് ഇതിൽ കാണാം. അണു, ബൃഹത്, കൃഷൻ, സ്ഥൂലൻ, അങ്ങനെ പരസ്പര വിരുദ്ധങ്ങൾ എന്ന് തോന്നിക്കുന്ന, പരസ്പര മാറ്റങ്ങളുണ്ട് എന്ന് തോന്നിക്കുന്ന നാമങ്ങള് എല്ലാം വിഷ്ണു സഹസ്രനാമത്തിലുണ്ട്. അപ്പോ വിഷ്ണു സർവ്വദേവതാ സ്വരൂപനാണ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ എല്ലാ ദേവതകളുടെ നാമങ്ങളും ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വിഷ്ണു ഭഗവാൻ, നമ്മൾ ആരാധിക്കുന്ന കൃഷ്ണൻ സർവ്വദേവതാ സ്വരൂപനാണ്, എല്ലാ ദേവതകളും അടങ്ങിയ സ്വരൂപനാണ് എന്ത്? വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന വിരാട് രൂപം എന്നുള്ളത്. മനസ്സിലായില്ലേ? ഏകോ വിഷ്ണുർ മഹദ്ഭൂതം പൃഥക് ഭൂതാന്യനേകശ ത്രീൻ ലോകാൻ വാപ്യഭൂതാത്മാ ഭുങ്കതേ വിഷ്ഭുഗബ്രയ എന്നാ പറയുന്നത്. അതായത് ഇവിടെ വളരെയധികം ആഴത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വിഷ്ണു ത്രിഭുവനങ്ങളെയും വ്യാപിച്ച്, അതായത് 3 ലോകങ്ങളിലും വ്യാപിച്ചിട്ട് ഓരോന്നിലും ഭഗവാൻ ഇങ്ങനെ അണുരൂപാവസ്ഥയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പരമാത്മാവിന്റെ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനുണ്ട്. നമ്മൾ കാണുന്ന സർവചരാചരങ്ങളിലും ഭഗവാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർവവിഷ്ണുമയം ജഗത്, അതായത് സർവ്വതിലും ഭഗവാനുണ്ട്. സർവവിഷ്ണുമയം ജഗത്, ജഗത്ത് എന്ന് പറഞ്ഞാൽ ലോകം, ലോകത്തിലെ സർവ്വതിലും ഭഗവാനുണ്ട്. ബ്രഹ്മം ഒന്നേയുള്ളൂ, പക്ഷേ നാനാ നാമങ്ങളോടും നാനാ രൂപങ്ങളോടും കൂടി, പല പല പേരുകളോടും പല പല രൂപങ്ങളോടും കൂടി വിരാജിക്കുന്നത് ആ ബ്രഹ്മം തന്നെയാണ്. ഇതെവിടെ പറയുന്നു? ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്. നാനാ രൂപങ്ങളിൽ നാനാ നാമങ്ങളോടുകൂടി ആ ബ്രഹ്മം തന്നെയാണ് എല്ലാത്തിലും വിരാജിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ ഭഗവാൻ, ആ ബ്രഹ്മം എന്ന് പറയുന്നത് ഒന്നാണ്, പക്ഷെ സർവ്വതിലും ആരുണ്ട്? സർവം വിഷ്ണുമയം എന്നാണ് പറയുന്നത്. ഏകം സുദ്വിപ്രാ ബഹുദാ വദന്തി ഇന്ദം മിത്രം വരുണാഗ്നിമാഹു എന്ന് വെച്ചാല് ജ്ഞാനമൂർത്തിയായിരിക്കുന്ന മഹാദേവന്റെ അവതാരമായിരിക്കുന്ന ആദിശങ്കരുടെ ഭാഷ്യങ്ങൾ. ജ്ഞാനമൂർത്തിയായിരിക്കുന്ന മഹാദേവന്റെ അവതാരമാണ് ആര്? ആദിശങ്കരൻ. ആ ആദിശങ്കരന്റെ ഭാഷ്യങ്ങൾ, ആദിശങ്കരാചാര്യരുടെ കുറെ കാര്യങ്ങള് വരും. ഇതൊക്കെ കഴിയുമ്പോൾ ഒന്നൊന്നായിട്ട് ഞാൻ പഠിപ്പിച്ചു വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ശങ്കരാചാര്യർ ആരാണ്, അദ്ദേഹം എന്താണ് എന്നൊക്കെ കൂടുതൽ പഠിപ്പിച്ചു തരാം അതേക്കുറിച്ച്. അപ്പോ അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്രഹ്മസൂത്ര ഭാഷ്യം, ഉപനിഷത് ഭാഷ്യങ്ങൾ, ഗീതാഭാഷ്യം, ഇതിനെല്ലാം പുറമേ എന്താണ് ശ്രദ്ധേയമായ ഒന്നാണ് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത്. ശ്രീ ശങ്കരൻ രചിച്ചു എന്ന് പറയുന്ന വിഷ്ണു സഹസ്രനാമത്തിന്റെ മഹിമയുടെ പ്രാധാന്യവും നമ്മൾ പഠിക്കണം. ശ്രീമദ് നാരായണീയത്തില് വിഷ്ണു മഹത്വ സ്ഥാപന സന്ദർഭത്തിൽ മേൽപ്പത്തൂരും ഇക്കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ വിഷ്ണു സഹസ്രനാമത്തെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട് അല്ലെ. ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദം വായിക്കുകയാണെങ്കിൽ അതിലും വിഷ്ണു മഹത്വം എന്താന്ന് പറയുന്നുണ്ട്. അതിലും ശങ്കരാചാര്യര് വിഷ്ണു മഹത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. ത്വയി മയി സർവത്രൈക്യോ വിഷ്ണു പ്രപ്തം കൃപസി മയ്യസഹി വിഷ്ണു എന്നാ പറയുന്നത്. അതായത് നിന്നിലും എന്നിലും എല്ലായിടത്തും വിഷ്ണു ഭഗവാൻ വ്യത്യസ്തനായിട്ടുണ്ട്. നമ്മളിൽ ഒരാളിൽ മാത്രമല്ല ഭഗവാൻ ഉള്ളത്, സർവചരാചരങ്ങളിലും ഭഗവാനെ കാണുന്നുണ്ട്. എന്നോട് എന്തിന് കോപിക്കുന്നു? അവനവനോട് കോപിക്കുന്നത് അർത്ഥശൂന്യമല്ലേ? ആലോചിക്കണം. ഇപ്പൊ ചില ആളുകള് ചെറിയ കാര്യങ്ങൾക്ക് പോയിട്ട് ആത്മഹത്യ. എന്തിന് നമ്മൾ സ്വയം ഇല്ലാതെ ആവണം? ആലോചിച്ച് നോക്കണം. നമ്മൾ എന്തിനു നമ്മളോട് കോപിക്കണം? ഈ ലോകത്ത് അവൻ എന്നെ സ്നേഹിക്കണം, ഇവൻ എന്നെ സ്നേഹിക്കണം, അവൻ എന്നെ ബഹുമാനിക്കണം, ഇവൻ എന്നെ ബഹുമാനിക്കണം, ഇതൊന്നും നമ്മൾ ആരോടും പ്രതീക്ഷിക്കേണ്ട.
നമ്മളൊന്നും ആരോടും പ്രതീക്ഷിക്കരുത്. എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല സംഭവിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ആരുടെയും സർട്ടിഫിക്കറ്റിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക. അതിന്റെ ഫലം തെറ്റായാലും ശരിയായാലും ആരനുഭവിക്കണം? നമ്മൾ തന്നെ അനുഭവിക്കണം. ആരോടും പരാതിയില്ല, ഒന്നുമില്ല. അപ്പൊ അതേപോലെ അർത്ഥമറിഞ്ഞാൽ നാമജപത്തിന് ശക്തി ഒരുപാട് വർദ്ധിക്കും. പലരും വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതങ്ങനെ വായിച്ചു പോകും, പക്ഷെ അതിന് അർത്ഥം ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത് ശരിയല്ല. നമ്മൾ പഠിക്കുന്ന ചൊല്ലുന്ന മന്ത്രം ഏതായാലും സഹസ്രനാമങ്ങൾ ഏതായാലും നമ്മൾ എന്ത് ചെയ്യണം? അർത്ഥമറിഞ്ഞ് വേണം നമ്മൾ പഠിക്കാനും ചൊല്ലാനും. മനസ്സിലായോ? അപ്പൊ അർത്ഥമറിഞ്ഞ് നമ്മൾ ഒരു നാമജപം ചെയ്തു കഴിഞ്ഞാൽ ശക്തി ഒരുപാട് വർദ്ധിക്കുന്ന പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീ ശങ്കരാചാര്യര് ഭാഷ്യം രചിച്ചത്. പിന്നെ ഒട്ടേറെ ഭക്ത പണ്ഡിതന്മാർ എന്താ ചെയ്തത്? പല രീതിയിലും അതിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ച് നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ അർത്ഥമറിഞ്ഞ് പഠിക്കുക, ജപിക്കുക, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർത്ഥമറിയാതെ നമ്മൾ പഠിക്കുകയും ജപിക്കുകയും ചെയ്താൽ അതിന് ഫലം കുറയും. അത്രയ്ക്ക് കൃത്യമായിക്കോണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ വിഷ്ണു സഹസ്രനാമം നമ്മൾ എന്ത് ചെയ്യുക? അർത്ഥമറിഞ്ഞ് പഠിക്കാൻ പോവാണ്. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം ഈ ജന്മത്തിൽ നമുക്ക് മനസ്സിലാക്കാം. വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത് തന്നെ എല്ലാവർക്കും അറിയാം. എന്താണ് വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത്? എന്താണ്? ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അല്ലെ? വിഷ്ണു സഹസ്രനാമം ഞാൻ എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ട്, ഇല്ലേ? വലിയ അക്ഷരം വിഷ്ണു സഹസ്രനാമം. അപ്പൊ ഈ വിഷ്ണു സഹസ്രനാമത്തില് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്? ആദ്യം ഓം നമോ നാരായണായ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശ്ലോകത്തിലേക്ക് വരുന്ന സമയത്ത് ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം. സഹസ്രനാമം കയ്യിലുള്ളവർ എടുത്തു വെക്കുക കേട്ടോ. കൂടെ വായിക്കാൻ അറിയില്ലെങ്കിൽ കൂടെ വായിക്കാൻ ശ്രമിക്കുക. മെല്ലെ മെല്ലെ വായിച്ചു പറഞ്ഞുതരാം ശ്ലോകം. ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ തടസ്സങ്ങളും നീങ്ങുവാനായിട്ട് ഞാൻ, എല്ലാ തടസ്സങ്ങളും മാറാനായിട്ട് ഞാൻ വെളുത്ത വസ്ത്രം ധരിച്ചവനും, ശശിവർണം എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്ത്രം ധരിച്ചവനും സർവവ്യാപിയുമായിരിക്കുന്ന പൂർണ്ണചന്ദ്രന്റെ നിറമുള്ള 4 തൃക്കൈകളോട് കൂടിയവനായിരിക്കുന്ന നല്ല പ്രസന്നതയുള്ള മുഖമുള്ളവനായിരിക്കുന്ന ഗണപതി ഭഗവാനെ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ആ വരികളുടെ, ആ 2 വരിയുടെ അർത്ഥമാണത്. എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടിയിട്ട് വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന പൂർണ്ണചന്ദ്രന്റെ നിറമുള്ള 4 കൈകളോട്, തൃക്കൈകളോട് കൂടിയിരിക്കുന്ന പ്രസന്നമായ മുഖമുള്ള, വളരെ തേജസ്സായിരിക്കുന്ന മുഖമുള്ള ഗണപതി ഭഗവാനെ ധ്യാനിക്കുന്നു. മഹാഗണപതിയുടെ പ്രസാദം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും നമുക്ക് തടസ്സമില്ലാതെ സുഖമായിട്ട് നടക്കുകയുള്ളൂ. മഹാഗണപതിയുടെ അനുഗ്രഹം നമുക്ക് വേണം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും. ഇത് അനാദികാലം മുതലേയുള്ള ഒരു ഉറച്ച വിശ്വാസമാണ്, അല്ലെ? ഏതോ കാലം മുതൽ പ്രഥമ പൂജനീയനാണ് ആര്? വിഘ്നേശ്വരൻ. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രഥമ പൂജനീയനായിരിക്കുന്ന വിഘ്നേശ്വരനെ, അഗ്രപൂജനീയനായിരിക്കുന്ന വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചിട്ടേ എന്ത് കാര്യവും ചെയ്യാൻ പാടൂ എന്നുള്ളത്. അപ്പോ ത്രിമൂർത്തികൾ കൂടി ഒരു കർമ്മം തുടങ്ങുന്നതിന് മുൻപ് ആദ്യമായിട്ട് മഹാഗണപതിയെ പ്രീതിപ്പെടുത്തും. മനസ്സിലായില്ലേ? ത്രിമൂർത്തികൾ പോലെ എന്താ ചെയ്യുന്നത്? എന്ത് കാര്യം തുടങ്ങുന്നതിനേക്കാളും മുന്നേ ഗണപതിയെ പ്രീതിപ്പെടുത്തും. ഗണപതി എന്ന നാമം തന്നെ, ആ പേര് തന്നെ രുദ്രന്റെ പ്രമദാദി ഗണങ്ങളുടെ നായകനാണെന്ന് കാണിക്കുന്നുണ്ട്. ഭഗവാന്റെ നായകനായിട്ടാണ് കാണിക്കുന്നത് ആ പേര് പോലെ. ഗണപതി ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ നിർവിഘ്നം കാര്യങ്ങൾ നടക്കും. അതായത് ഒരു തടസ്സവും ഇല്ലാണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. അതുകൊണ്ട് ഗണപതി പ്രാർത്ഥനയോടുകൂടിയാണ് സഹസ്രനാമം ആരംഭിക്കുന്നത്. മനസ്സിലായില്ലേ? ഏത് ദേവനെ പ്രാർത്ഥിച്ചാലും ശരി, അത് പരമാത്മാവിനെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഏത് ഭഗവാനെ വേണമെങ്കിലും പ്രാർത്ഥിച്ചോളൂ. പക്ഷെ ആ പ്രാർത്ഥനകളെല്ലാം കൈക്കൊള്ളുന്നത് ആരാണ്? അഖില കോടി ബ്രഹ്മാണ്ട നായകനായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന പരമാത്മാവ്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെയോ ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. പിന്നെ ഭിന്ന രുചിയുള്ളതാണ് ലോകം എന്ന് മനസ്സിലാക്കിയതാണ് സുഗുണ ബ്രഹ്മചിന്ത തുടങ്ങിയപ്പോൾ. മനസ്സിലായില്ലേ? ഭിന്ന രുചിയാണ് ലോകത്തില്. പല പല കാര്യങ്ങളും മാത്രമല്ല, പല പല ഇഷ്ടങ്ങള് വ്യത്യസ്തമാണ് ഈ ലോകം എന്ന് പറയുന്നത്. എല്ലായിടവും ഒരുപോലെയല്ല.
ഒരു സ്ഥലത്ത് തണുപ്പാണെങ്കിൽ ഒരു സ്ഥലത്ത് ചൂടായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ എന്താ കാലാവസ്ഥ, അതായിരിക്കില്ല ചെന്നൈയിലുള്ളതായിരിക്കില്ല ഡൽഹിയിൽ. അങ്ങനെ നോക്കുമ്പോൾ എല്ലായിടത്തും വ്യത്യസ്തത നിറഞ്ഞ ഒരു രീതിയിലാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പോ ബ്രഹ്മ വിഷ്ണു മഹാദേവൻ എന്ന സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തികളിൽ തന്നെ മൂർത്തികളെ ദർശിക്കാൻ തുടങ്ങിയപ്പം അവർക്കെല്ലാം ഭിന്ന സ്വഭാവമാണ് അല്ലെ. 3 പേർക്കും 3 രീതിയിലുള്ള സ്വഭാവമാണ്. ഗണപതി, ശാസ്ത, സ്കന്ദൻ തുടങ്ങിയതിലും പ്രകൃതി ശക്തിയായിരിക്കുന്ന ദേവിയിലും വിഭൂതികൾ മനസ്സിലാക്കിയിട്ട് ഈ ദേവിക്കും മഹാദേവനും വിഷ്ണുവിനും സ്കന്ദനും എല്ലാവർക്കും വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രാർത്ഥനാദികൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനകളെല്ലാം എത്തുന്നത് എവിടെയാണ്? പരമാത്മാവിൽ തന്നെയാണ്. അപ്പോൾ ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാലും എങ്ങനെ പ്രാർത്ഥിച്ചാലും അതെല്ലാം എത്തുന്നത് പരമാത്മാവിലാണ്. അപ്പൊ എന്ത് തുടങ്ങുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിനേക്കാളും മുന്നേ ഗണപതി ഭഗവാനെ പ്രസാദിപ്പിക്കുക. അപ്പൊ ഗണപതി ഭഗവാനെ പ്രസാദിപ്പിച്ച് തുടങ്ങുന്ന ഏത് കാര്യവും നമുക്ക് തടസ്സമില്ലാതെ നടക്കും. അതുകൊണ്ടാണ് സഹസ്രനാമം തുടങ്ങുമ്പം ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ എന്നുള്ള ഒരു നാമത്തോട് തുടങ്ങിയത്. അപ്പൊ ആ 2 ലൈൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? വൃത്തിക്ക് മനസ്സിലായില്ല രണ്ട് ലൈൻ്റെ അർത്ഥം. ഇനി അടുത്ത ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വരിയിലേക്ക് പോവാണെങ്കിൽ വക്രാധ്യ പാരിഷാധ്യ പരശതം. വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കൂ കേട്ടോ. വിഘ്നം നിഘ്നനന്തി സതതം വിശ്വക്സേനം തമാശയേ. അതാണ് അടുത്ത 2 ലൈൻ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗജമുഖൻ മുതലായ സർവദേവതകളും ഗജം എന്ന് പറഞ്ഞാൽ ആനയുടെ മുഖമുള്ള ഗജമുഖൻ അടക്കമുള്ള എല്ലാ ദേവതകളും 100 കണക്കിലുള്ള ന്യൂനതകളെ യാതൊരു തരത്തിലുള്ള വിശ്വക്സേനന്റെ പ്രേരണയാൽ ഇല്ലാതാക്കുന്നുവോ ആ വിശ്വക്സേനനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. ഏത് ദേവതകളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ വിശ്വക്സേനനായി കണ്ട് നമസ്കാരം, ആ ദേവതയ്ക്ക് നമസ്കാരം. മഹാവിഷ്ണുവിന്റെ വിഭൂതിയാകുന്ന ശ്രീനാരായണന്റെ, കേട്ടോളൂ, മഹാവിഷ്ണുവിന്റെ വിഭൂതിയാകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഭാഗം, വിഭൂതി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭാഗം അല്ലെങ്കിൽ അവതരണം, വിസ്തീർണം, എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ അദ്ദേഹം തന്നെ എന്ന് പറയണം. അപ്പൊ അദ്ദേഹത്തിന്റെ വിഭൂതിയാകുന്ന ശ്രീനാരായണന്റെ സ്ഥിരമായിരിക്കുന്ന പരിവാര ദേവതകളുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥിരമായിരിക്കുന്ന പരിവാര ദേവതകളുണ്ട്. ആരൊക്കെയാണ്? ആദിശേഷൻ, ഗരുഡൻ, വിശ്വസേനൻ. അപ്പൊ വിശ്വക്സേനൻ എന്ന് പറയുന്ന ആരാണ്? നാരായണൻ തന്നെയാണ്. ആ നാരായണനാണ് നമ്മളിവിടെ നമസ്കാരം പറഞ്ഞിരിക്കുന്നത്. യസ്യ ധിരത വക്രാത്യ പാരിഷദ്യ പരശതം വിഘ്നം നിഘ്നനന്തി സതതം വിശ്വക്സേനം തമാശയേ എന്ന് പറയുന്നത്. അപ്പോ ഈ മഹാവിഷ്ണുവിന്റെ തന്നെ വിഭൂതിയാകുന്ന ശ്രീ നാരായണന്റെ സ്ഥിരമായിരിക്കുന്ന പരിവാര ദേവതകളിൽ ആദിശേഷൻ, ഗരുഡൻ, വിശ്വസേനൻ എന്നിവരാണെന്നുള്ളത് നമ്മൾ പുരാണങ്ങളിലൂടെ പഠിച്ചിട്ടുണ്ട്. പഠിക്കാൻ പോണു, പുരാണങ്ങൾ എടുക്കുമ്പോൾ അത് പഠിക്കൂ കേട്ടോ. പരിവാരങ്ങൾ ഭഗവാനെ പോലെ തന്നെ എങ്ങനെയാണ്? ദിവ്യാലങ്കാരങ്ങളെല്ലാം അണിയുന്നുണ്ട്. ഈ പരിവാരങ്ങൾ എപ്പോഴും ഭഗവാനെ പോലെ തന്നെ ദിവ്യമായിരിക്കുന്ന ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങിയിട്ട് സേനാധിപനായിരിക്കുന്ന വിശ്വസേനൻ, അപ്പോൾ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പരിവാരങ്ങൾ വരുമ്പോൾ വിശ്വസേനനാണ് അവിടെ സേനാധിപനായി നിൽക്കുന്നത്. അപ്പൊ ആ സേനാധിപൻ വിശ്വസേനൻ എന്ത് ചെയ്യുന്നു? എല്ലാ ദിക്കുകളിലും ഓടി നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ ദിക്കുകളിലും ഓടി നടന്നിട്ട് വിശ്വസേനനെ കാണുമ്പോ തന്നെ ഈ അസുരന്മാരെല്ലാം ഓടിപ്പോവും. ഭഗവാൻ എത്തിയിട്ടില്ല. ഭഗവാന്റെ അവതാരമായിരിക്കുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ പരിവാരമായിരിക്കുന്ന വിശ്വസേനനെ കാണുമ്പോ തന്നെ ആരോടിപ്പോവും? അസുരന്മാരെല്ലാരും ഓടിപ്പോവും. അപ്പോ ആ ഒരു ധിരവക്രതൻ വിശ്വസേനന്റെ ഉപസേനാധിപനാവും. നമ്മളിവിടെ പഠിച്ചല്ലോ എന്താണ്? നിഘ്നനന്തി ധിരവക്രാധ്യ പാരിഷാധ്യ പരശതം വിഘ്നം നിഘ്നനന്തി സതതം വിശ്വക്സേനം തമാശയെ. അപ്പൊ വിശ്വസേനൻ എന്ന് പറയുന്നത് നാരായണന്റെ വിഭൂതിയാകുന്നു. മനസ്സിലായില്ലേ? ആ ഒരു നാരായണന്റെ സ്ഥിരമായിരിക്കുന്ന പരിവാര ദേവതകളിൽ ഒരാളാണ് വിശ്വസേനൻ. ആ വിശ്വസേനന്റെ ആരാണ്? ധിരവക്രതൻ എന്ന് പറയുന്നത് വിശ്വസേനന്റെ ഉപസേനാധിപതി. നമ്മൾ പറയില്ലേ ക്ലാസ്സിൽ ലീഡർ, അസിസ്റ്റന്റ് ലീഡർ. ടീച്ചറാണ് നാരായണൻ, ടീച്ചർക്ക് ഒരു അസിസ്റ്റന്റ് ആണ് ലീഡർ. ആ ലീഡറാണ് ആര്? നമ്മൾ പറയുന്ന ഈ വിശ്വസേനൻ. ആ വിശ്വസേനന്റെ
അസിസ്റ്റന്റ് ആണ് ആര്? വിരദ്ധവക്രതൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവരൊക്കെ കാണുമ്പോ തന്നെ അസുരന്മാർ ഓടിപ്പോവാണ്. അപ്പൊ ഭഗവാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഭഗവാന്റെ കൂടെയുള്ളവരെ കാണുമ്പോ തന്നെ അസുരന്മാർ ഓടിപ്പോവും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പരിവാര ദേവതകളെയും നമ്മൾ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ 4 ലൈൻ കഴിഞ്ഞു കേട്ടോ. ഇനി 6ാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ വ്യാസം വസിഷ്ഠാപ്നതാരം. വ്യാസം വസിഷ്ഠാപ്നതാരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുഗധാദം തപോനിധി. ഇതാണ് അടുത്ത 2 ലൈൻ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വ്യാസം വസിഷ്ഠാപ്നതാരം ശക്തേ പൗത്രകൽമഷം പരാശരാത്മജം വന്ദേ ശുഗധാദം തപോനിധി എന്ന് വെച്ചാല് ദുരിതങ്ങളെയും വിഘ്നങ്ങളെയും ജീവിതത്തിലെ ദുരിതങ്ങളെയും തടസ്സങ്ങളെയെല്ലാം ഇല്ലാതാക്കാനായിട്ട് ഗണപതിയെയും വിശ്വക്സേനനെയും വണങ്ങിക്കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഋഷിയായ, അപ്പൊ നമ്മള് വിശ്വക്സേനനെ വണങ്ങി, ഗണപതിയെ വണങ്ങി. ഇനി അടുത്തത്, അതായത് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇവരെല്ലാം വണങ്ങിയത് അല്ലെ. ഇനി വിഷ്ണു സഹസ്രനാമത്തിന്റെ ഋഷിയായിരിക്കുന്ന വ്യാസനെ വണങ്ങുന്നതിനാണ് ഈ മന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഗണപതി കഴിഞ്ഞു, വിശ്വസേനൻ കഴിഞ്ഞു. ഇനി നമ്മള് വിഷ്ണു സഹസ്രനാമത്തിന്റെ ഋഷിയായിരിക്കുന്ന വ്യാസനെ വണങ്ങാനാണ് നമ്മൾ ഈ ഒരു ലൈൻ, ഈ 2 ലൈൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതെന്താ? അത് വ്യാസം വസിഷ്ഠാപ്നതാരം ശക്തേ പൗത്രകൽമഷം പരാശരാത്മജം വന്ദേ ശുഗധാദിം തപോനിധി. അപ്പോ തപസ് കൊണ്ട് ഋഷികൾക്ക് മന്ത്രങ്ങൾ ഇങ്ങനെ ദൃശ്യമാകും. നമ്മൾ TV കാണുന്നത് പോലെ അവർക്ക് മന്ത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അവര് തപസ് ചെയ്തിട്ടാണ് മന്ത്രങ്ങളെല്ലാം സ്വായത്തമാക്കുന്നത്. അപ്പോ മന്ത്രങ്ങളെല്ലാം ശാശ്വതമാണ്, ഒരിക്കലും നശിച്ചു പോവില്ല. മന്ത്രങ്ങളൊന്നും എപ്പോഴും നിലനിൽക്കുന്നതാണ് മന്ത്രങ്ങൾ. സൃഷ്ടിയുടെ ആദ്യത്തിൽ തന്നെ, സൃഷ്ടി തുടങ്ങുന്ന ആ സമയത്ത് തന്നെ തപോനിധികളായിരിക്കുന്ന മഹർഷിമാർക്ക് അവർ തപസ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ എന്തെന്ന് പറയുന്നത്? തപോനിധികൾ എന്ന് പറയുന്നത്. ആ തപോനിധികളായിരിക്കുന്ന മഹർഷിമാർക്ക് സൃഷ്ടി തുടങ്ങുമ്പോ തന്നെ എന്ത് ലഭിക്കുന്നു? ആ മന്ത്രങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. എന്നിട്ടോ ആ മന്ത്രം കൊണ്ട് അവർ സിദ്ധി നേടുകയാണ്. മനസ്സിലായോ? സന്യാസിമാര്, ഋഷിവര്യന്മാര് അവർക്ക് സൃഷ്ടി തുടങ്ങുമ്പോ തന്നെ കിട്ടുന്ന ആ മന്ത്രങ്ങൾ കൊണ്ട് അവര് സിദ്ധി നേടുകയാണ്. ഓരോ മന്ത്രത്തിനും ഓരോ ഋഷി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. വ്യാസനെ വണങ്ങുന്നതിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുലമഹിമയെയും കുറിക്കുന്നുണ്ട് ഈ മന്ത്രത്തില്. നമുക്കെല്ലാം ഓരോ കുലമുണ്ടല്ലേ. അപ്പൊ ആ കുലത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യാസമുനിയെ വണങ്ങുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ആ കുലത്തെയും നമ്മൾ വണങ്ങുന്നുണ്ട്. വസിഷ്ഠൻ, ശക്തി, പരാശരൻ, വ്യാസൻ, ശുഗൻ, ഇതാണ് അവരുടെ വംശപരമ്പര. ഓക്കെ. എങ്ങനെയാണ്? വസിഷ്ഠ മുനിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? വസിഷ്ഠൻ, ശക്തി, പരാശരൻ, വ്യാസൻ, ശുഗൻ, ഇതാണ് അവരുടെ പരമ്പര എന്ന് പറയുന്നത്. അപ്പോ ഈ വംശപരമ്പരയെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാനിക്കുന്നുണ്ട്. ബ്രഹ്മാവിന്റെ മാനസപുത്രനായിരിക്കുന്ന വസിഷ്ഠന്റെ മകനാണ് ആര്? ശക്തി എന്ന് പറയുന്നത്. ബ്രഹ്മദേവന്റെ മാനസപുത്രനായിരിക്കുന്ന വസിഷ്ഠന്റെ മകനാണ് ശക്തി എന്ന് പറയുന്നത്. വൈവസ്വത മന്വന്തരം എന്ന് പറയുന്ന ഒരു കാലത്ത്, മന്വന്തരം തന്നെ, ഓക്കെ, ചില വാക്കുകളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മൾ ആ മഞ്ജരീസ് ആദ്യം മുതലേ കാണുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവും. പുതിയതായിട്ട് വന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുന്നത്. അത് ഒരു കാലത്തെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ. അപ്പൊ വൈവസ്വത മന്വന്തരത്തിലെ ഒരു കാലഘട്ടത്തിലെ സപ്തർഷികളിൽ വസിഷ്ഠന്റെ ഭാര്യയുടെ പേരെന്താണെന്നറിയോ? വസിഷ്ഠൻ മാത്രമാണ് ആ മന്വന്തരത്തിലെ വസിഷ്ഠൻ മാത്രമാണ് ഭാര്യയായിരിക്കുന്ന അരുന്ധതി സമേതനായിട്ട്, ഭാര്യയായിരിക്കുന്ന അരുന്ധതിയോടുകൂടി ജ്യോതിർഗോളത്തിൽ ദൃശ്യമാകും. ജ്യോതിർഗോളത്തില് ഈ വസിഷ്ഠൻ ഭാര്യയായിരിക്കുന്ന അരുന്ധതിയോടുകൂടി ഇങ്ങനെ ദൃശ്യമായിരിക്കണം. അപ്പോ ശക്തിയുടെ മകനായിരിക്കുന്ന പരാശരനാണ് വിഷ്ണു പുരാണം നിർമ്മിച്ചത്. ശക്തിയുടെ മകനായിരിക്കുന്ന പരാശര മുനി, നമ്മൾ കേട്ടിട്ടില്ലേ? കുട്ടികൾക്കാണോ ക്ലാസ് എടുത്തെന്ന് എനിക്ക് ഓർമ്മയില്ല. പരാശര മുനിയാണ് എന്ത്? വിഷ്ണു പുരാണം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ പരാശരന്റെ മകനാണ് ആര്? വ്യാസ ഭഗവാൻ. അപ്പോ മഹാവിഷ്ണു കൃഷ്ണദ്വൈപായനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കൃഷ്ണദ്വൈപായനായിട്ട് അവതരിച്ചു എന്ന്. കൃഷ്ണദ്വൈപായനെ എല്ലാവർക്കും അറിയാലോ. അപ്പോ
ഈ വ്യാസമുനിയെ തന്നെയാണ് നമ്മൾ കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം മഹാവിഷ്ണു തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് അദ്ദേഹം. മനസ്സിലായില്ലേ? അങ്ങനെ ഇരിക്കെ ഈ പുരാണങ്ങളിൽ നമ്മൾ അത് പഠിക്കുന്നുണ്ട്, ഇദ്ദേഹം തന്നെയാണ് ഭഗവാൻ എന്നുള്ളത്. അല്ലാണ്ട് ഇത്രയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ടോ ഒരാളെ കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. സാക്ഷാൽ ഭഗവാൻ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോ വേദങ്ങള് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ 4 വേദങ്ങളെ വ്യാസമുനി എന്ത് ചെയ്തു? സെപ്പറേറ്റ് ആക്കി, വിഭജിച്ചു. വേദങ്ങളെ വിഭജിച്ചത് കൊണ്ട് വേദവ്യാസനായി. വേദങ്ങളെ വിഭജിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വേദവ്യാസൻ എന്ന പേര് വന്നു. 4 വേദങ്ങളെ തരംതിരിച്ചെടുത്തു. അതുകൊണ്ടാണ് വേദങ്ങളെ വിഭജിച്ചിട്ട് വേദവ്യാസനായത്. ഓക്കെ. ഗണപതിയുടെ സഹായമാണ് എന്തിനുപയോഗിച്ചത്? എഴുതാൻ ഉപയോഗിച്ചത്. ഗണപതി ഭഗവാനാണ് ഇത് എഴുതാൻ വേണ്ടി സഹായിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം വ്യാസമുനി എന്ത് ചെയ്തത്? മഹാഭാരതം എഴുതിയത്. മനസ്സിലായില്ലേ? മഹാഭാരതം എഴുതാൻ വേണ്ടിയിട്ട് ആരാണ് സഹായിച്ചത്? എഴുതാൻ സഹായിച്ചത് ഗണപതി ഭഗവാനാണ്. വ്യാസന്റെ ആണ് ആര്? പ്രസിദ്ധമായിരിക്കുന്ന ശുഗബ്രഹ്മ ഋഷി. ശുഗദേവ് ഗോസ്വാമി നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മുടെ പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം പഠിപ്പിച്ചു കൊടുത്തത്. ഭാഗവതം ക്ലാസ് ഞാൻ എടുത്തിട്ടില്ല, എടുത്തു തരുമ്പോൾ അത് പഠിക്കും. ഓക്കെ. അപ്പോൾ ഭാഗവതത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ശുഗദേവ് ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജാവിന് പഠിപ്പിച്ചു കൊടുത്ത കഥയൊക്കെ കേട്ടല്ലേ? അന്നേരം ഇത് വ്യാസന്റെ മകനായിരിക്കുന്ന, ജനനാൽ തന്നെ സിദ്ധനായിരിക്കുന്ന ശുഗദേവ് ഗോസ്വാമി. ക്ലിയർ? വസിഷ്ഠ മഹർഷിയുടെ മകനാണ് ആര്? ശക്തി. വസിഷ്ഠ മഹർഷിയുടെ മകന്റെ പേരാണ് ശക്തി. അപ്പോ ശക്തിയുടെ മകന്റെ മകൻ പൗത്രൻ എന്ന് പറയും. ശക്തിയുടെ, വസിഷ്ഠ മഹർഷിയുടെ, പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കില്ല, ജസ്റ്റ് കേട്ടു പോയാൽ മതി. വസിഷ്ഠ മഹർഷിയുടെ മകനായിരിക്കുന്ന ശക്തിയുടെ മകന്റെ മകനാണ് ആര്? പരാശര മകൻ, പരാശര മുനി. ഈ പരാശര മുനിയുടെ മകനും ശുഗമഹർഷിയുടെ പിതാവും അച്ഛനുമായിരിക്കുന്ന തപോനിധിയായിരിക്കുന്ന, കുറ്റമറ്റവനായിരിക്കുന്ന, ഒരു കുറ്റവും ചെയ്യാത്ത വ്യാസ ഭഗവാനെ ഞാൻ വണങ്ങുന്നു. ഈ 2 ലൈനിലുള്ള വലിയ അർത്ഥമാണിത്, മനസ്സിലാക്കണം. ഈ 2 ലൈൻ നമ്മൾ പഠിച്ചില്ലേ? വ്യാസം വസിഷ്ഠാപ്നതാരം ശക്തേ പൗത്രകൽമഷം. പൗത്രം എന്ന് പറഞ്ഞാൽ മകന്റെ മകൻ, പുത്രൻ, മകന്റെ മകൻ. പരാശരാത്മജം, അവരുടെ കുലത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ 2 ലൈൻ നിങ്ങൾ സിമ്പിളായിട്ട് വായിച്ചു പോകാറുണ്ട്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവര് എളുപ്പത്തിൽ അങ്ങോട്ട് വായിച്ചു. പക്ഷെ ആ 2 ലൈനിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു കുലം തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാരെങ്കിലും ചിന്തിച്ചോ? ഇതുവരെ നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല അല്ലെ? ആ 2 ലൈനിൽ ഇരിക്കുന്ന എന്താ? വ്യാസം വസിഷ്ഠാപ്നതാരം ശക്തേ പൗത്രകൽമഷം പരാശരാത്മജം വന്ദേ ശുഗദാദം തപോനിധിം. ആ 2 ലൈനിലുള്ള ഒരു മഹർഷിമാരുടെ ഒരു നീണ്ട കുലത്തെ തന്നെയാണ് ആ 2 ലൈനിൽ ഭഗവാൻ ഒതുക്കിയിരിക്കുന്നത്. അതെന്താ പറയുന്നത്? വസിഷ്ഠ മഹർഷിയുടെ മകനായിരിക്കുന്ന ശക്തിയുടെ മകന്റെ മകനായിരിക്കുന്ന പരാശരന്റെ മകനും ശുഗമഹർഷിയുടെ അച്ഛനും തപോനിധിയും കുറ്റമറ്റവനായിരിക്കുന്ന, കുറ്റമൊന്നും ചെയ്യാത്തവനായിരിക്കുന്ന വ്യാസ ഭഗവാനെയും ഭഗവാന്റെ കുലത്തെയും ഞാൻ വണങ്ങുന്നു എന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ആ 2 ലൈനിൽ ഇരിക്കുന്ന അർത്ഥം എന്താണെന്ന്. എത്ര സിമ്പിളായിട്ട് വായിച്ചു പോകുന്ന 2 വരികളാണ്, പക്ഷെ അതിൽ എന്തുമാത്രം അർത്ഥങ്ങളുണ്ടെന്ന് ആലോചിച്ച്. ഒരു കുലത്തെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത 2 ലൈൻ എന്ന് പറഞ്ഞാൽ വ്യാസായ വിഷ്ണുരൂപായ, വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ. എന്തായിരിക്കും അതിന്റെ അർത്ഥം? അതായത് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ. അതായത് വ്യാസ ഭഗവാന് വീണ്ടും 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 സാഷ്ടാംഗ നമസ്കാരം. വ്യാസ ഭഗവാന് വീണ്ടും വീണ്ടും നമ്മള് നമസ്കാരം പറയുന്നു. അപ്പോ വിഷ്ണുരൂപനായിരിക്കുന്ന വ്യാസനും, അത് ഓഫായി എന്ന് പറയും, വിഷ്ണുരൂപനായിരിക്കുന്ന വ്യാസനും വ്യാസരൂപനായിരിക്കുന്ന വിഷ്ണുവിന്. അപ്പൊ വ്യാസഭഗവാനും വിഷ്ണുവും തമ്മിൽ 2 രണ്ടല്ല, അതാ മനസ്സിലാക്കേണ്ടത്. വ്യാസരൂപനായിരിക്കുന്ന വിഷ്ണുവും വിഷ്ണുരൂപനായിരിക്കുന്ന വ്യാസനും നമ്മുടെ നമസ്കാരം. അതാ പറയുന്നത് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ. വ്യാസായ വിഷ്ണുരൂപ എന്ന് പറഞ്ഞാൽ വ്യാസനാണ് വിഷ്ണുരൂപൻ. വ്യാസരൂപായ വിഷ്ണവേ, വ്യാസന്റെ രൂപൻ തന്നെയാണ് ആര്? വിഷ്ണു. അങ്ങനെയുള്ള വ്യാസനും വിഷ്ണു ഭഗവാനും ഒന്ന് തന്നെയാണ്. അവർക്ക് എന്റെ നമസ്കാരം. വസിഷ്ഠന്റെ കുലത്തിൽ പിറന്ന, വസിഷ്ഠന്റെ കുലത്തിൽ അവതരിച്ചവനും
ബ്രഹ്മജ്ഞാനത്തിന്റെ മൂർത്തീകരണവുമായിരിക്കുന്ന വ്യാസന് വീണ്ടും വീണ്ടും നമസ്കാരം എന്നാ പറയുന്നത്. നമോ വൈ ബ്രഹ്മനിധയേ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ. അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അതായത് വസിഷ്ഠന്റെ കുലത്തിൽ അവതരിച്ചവനും ബ്രഹ്മജ്ഞാനത്തിന്റെ മൂർത്തീകരണവുമായിരിക്കുന്ന, ബ്രഹ്മജ്ഞാനമാണ് വസിഷ്ഠന്, ആ ഒരു മൂർത്തീകരണവുമായിരിക്കുന്ന വ്യാസഭഗവാന് വീണ്ടും 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 നമ്മൾ നമസ്കരിക്കുന്നു. വിഷ്ണു പുരാണത്തിലെ കൃഷ്ണദ്വൈപായനായിരിക്കുന്ന വ്യാസൻ, അതായത് വ്യാസനെയാണ് നമ്മൾ കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കൃഷ്ണദ്വൈപായനായിരിക്കുന്ന വ്യാസൻ തന്നെയാകുന്നു മഹാപ്രഭുവായിരിക്കുന്ന നാരായണൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി? വിഷ്ണു പുരാണത്തിൽ അത് പറയുന്നുണ്ട്. കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന ഈ വ്യാസമുനി ആരാണ്? സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്. അത് നമ്മൾ വിഷ്ണു പുരാണം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ഭഗവാൻ താമരക്കണ്ണനല്ലാതെ മറ്റാർക്കാണ് മഹാഭാരതം എഴുതാൻ പറ്റുക? മഹാഭാരതം പൂർണ്ണമായി അറിവുള്ളത് ആർക്കാണ്? ആർക്കും അറിവില്ല, ഒരാൾക്കും അറിവില്ല. ഭഗവാൻ കണ്ണനല്ലാതെ ആർക്കാണ് അറിയാൻ പറ്റുക? മഹാഭാരതം എഴുതാനും പറയാനും ഒക്കെ ആരെ കൊണ്ട് സാധിക്കില്ല. അപ്പോ അത് നമ്മൾ വിഷ്ണു പുരാണം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 18 പുരാണങ്ങളും ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പൊ അതിൽ നിന്ന് വിഷ്ണു പുരാണം പഠിക്കുമ്പോൾ അതിൽ മനസ്സിലാവും ഭഗവാനെ കൊണ്ട് മാത്രമേ മഹാഭാരതം എഴുതാൻ പറ്റൂ. അപ്പൊ ആ മഹാഭാരതം എഴുതിയത് ആരാണ്? വ്യാസഭഗവാനാണ്, വ്യാസമുനിയാണ്. ആ വ്യാസമുനിയെ തന്നെയാണ് നമ്മൾ എന്ത് പറയണത്? കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്നത്. പക്ഷെ വ്യാസമുനി പറഞ്ഞു കൊടുത്തിട്ട് ഗണപതി ഭഗവാനെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ട് കുട്ടികൾ എഴുതിയെടുക്കില്ലേ, അതേപോലെ ഗണപതി ഭഗവാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ വ്യാസനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? ഈ പറഞ്ഞു കൊടുക്കുന്ന വ്യാസമുനി ആരാണ്? ഭഗവാൻ തന്നെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാഭാരതം രചിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല? ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. കൃഷ്ണദ്വൈപായനും വ്യാസം വിദഗ്ധി നാരായണം പ്രഭു കോഹന്യം പുണ്ടരീകാക്ഷാൻ മഹാഭാരത കൃദ്ഭവേത് എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സർവദൃക് വ്യാസ എന്ന സഹസ്രനാമത്തില് വ്യാഖ്യാനിക്കുന്നുണ്ട്. സർവദിക് വ്യാസ എന്നൊരു വാക്ക് വരുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. എന്താ അതിന്റെ അർത്ഥം? അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈക രൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ യസ്യ സ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യത്യേ നമസ്തസ്മേ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈക രൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ യസ്യ സ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യത്യേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. അതിന്റെ അർത്ഥം വികാരങ്ങളൊന്നുമില്ലാത്തവൻ, ദേഷ്യമില്ല, വാശിയില്ല, വെറുപ്പില്ല, സങ്കടമില്ല, സന്തോഷമില്ല, ഒരു വികാരങ്ങളും ഭഗവാനില്ല. യാതൊരു വികാരങ്ങളും ഭഗവാനില്ല. ഇതെല്ലാം മനുഷ്യർക്കുള്ള വികാരങ്ങളാണ്. മനസ്സിന് ഉറപ്പില്ലാത്ത നമ്മൾക്കാണ് ഈ പറഞ്ഞ എല്ലാ വികാരങ്ങളും ഉള്ളത്. ഭഗവാൻ ഇങ്ങനത്തെ ഒരു വികാരങ്ങളും ഇല്ല. അതാണ് പറയാ അവികാരായ. മനസ്സിലായ? അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ. അവികാരം എന്ന് പറഞ്ഞാൽ വികാരങ്ങളില്ലാത്തവൻ, അവികാരൻ ആയിരിക്കുന്ന, വികാരങ്ങളൊന്നുമില്ലാത്ത, നിർമ്മലനും ശാശ്വതനും, എന്നെന്നും നിലനിൽക്കുന്നവനും, ശാശ്വതം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്ന ശാശ്വതനും, ആ ശാശ്വതമായിരിക്കുന്ന പരമാത്മാവ് അവികാരായ ശുദ്ധായ, ശുദ്ധമായിരിക്കണം, വികാരങ്ങളില്ലാതെ ശുദ്ധമായിരിക്കുന്ന, നിത്യായ എന്നെന്നും നിലനിൽക്കുന്ന പരമാത്മനെ, അതായത് ഭഗവാൻ, പരമാത്മാവ് ഭഗവാനെ, എക്കാലത്തും ഒരേ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, സദൈക രൂപരൂപായ, എല്ലാ കാലത്തിലും ഒരേപോലെ നിലനിൽക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന, എല്ലാ സ്ഥലത്തും ഉണ്ട് ഭഗവാൻ, അല്ലെ? സർവ്വതിലും ഭഗവാനുണ്ട്. ആ സർവവ്യാപിയായിരിക്കുന്ന, എല്ലാറ്റിനെയും ജയിക്കുന്ന, മനസ്സിലായ? സർവജിഷ്ണവേ, എല്ലാത്തിനെയും ജയിക്കുന്ന, സ്മരണ മാത്രയിൽ തന്നെ ഭക്തന്മാരെ ജനന മരണാദി ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ. ഒന്ന് സ്മരിച്ചാ മതി ഭഗവാനെ, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ഒന്ന് ഹൃദയം കൊണ്ട് സ്മരിച്ചാൽ, ആ സ്മരിക്കുന്ന, ആ ചിന്തിക്കുന്ന സെക്കൻഡിൽ തന്നെ എല്ലാ ജീവജാലങ്ങളുടെ, ആരാണോ ഗുരുവായൂരപ്പനെ ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്നവന്റെ ജനന മരണാദി ദുഃഖങ്ങളിൽ നിന്ന്, വീണ്ടും വീണ്ടും ജനിച്ചിങ്ങനെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആ ജനന ദുരിതങ്ങളിൽ നിന്ന്, മരിച്ചു പോയിട്ട് കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ട ദുരിതങ്ങളിൽ നിന്ന്, ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ചിന്തിക്കുന്ന ആ സെക്കൻഡ് തന്നെ, ആ നിമിഷത്തിൽ തന്നെ അങ്ങനെയുള്ള ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിക്കുന്ന ആ വിഷ്ണു ഭഗവാന് നമസ്കാരം. അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? യസ്യസ്മരണ മാത്രേണ, ഒരു സെക്കൻഡ് കൊണ്ട് നമ്മളൊന്ന് സ്മരിച്ചാൽ, ഒന്ന് ചിന്തിച്ചാൽ,
ജന്മസംസാര ബന്ധനാത്, ജനനം കൊണ്ടും മരണം കൊണ്ടും ഈ സംസാര ലോകത്തിൽ നമ്മൾ ഇങ്ങനെ ബന്ധനപ്പെട്ട് കിടക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് വിമുച്ചത്യേ, നമ്മളെ മോചനം നൽകുന്ന, നമസ്തസ്മൈ, മോചനം നൽകുന്ന ആ വിഷ്ണവേ പ്രഭവിഷ്ണവേ, ആ വിഷ്ണുവിന്, ആ പ്രഭവിഷ്ണുവിന്, ഭഗവാന് നമസ്കാരം. അതാണ് ആ വാക്യ, ആ ലൈൻ്റെ അർത്ഥം. മനസ്സിലായോ? ഭഗവാന് ജനനം, സ്ഥിതി, വളർച്ച, തേയ്മാനം, മരണം ഇതൊന്നും ഭഗവാന് ബാധകല്ല. ഭഗവാൻ ജനിക്കുന്നുണ്ടോ, മരിക്കുന്നുണ്ടോ, വളരുന്നുണ്ടോ, തേയ്മാനം സംഭവം ഇതൊന്നും ഭഗവാനില്ല. പിന്നെയോ അതൊന്നും ബാധകമല്ല. എന്തെന്നാൽ ഭൂതഭവ്യഭവത് പ്രഭുവായിരിക്കുന്ന ഭഗവാനെ കാലം ബാധിക്കുന്നില്ല. ഭൂതങ്ങൾക്കും ഭൂതം, ഭാവി, വർത്തമാനം ഇതൊന്നും ഭഗവാനില്ല. ഇന്നലെയും ഇന്നും നാളെ ഒന്നും ഭഗവാനില്ല. ഇതിനെല്ലാം അപ്പുറത്തേക്കാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് കാലചക്രം ഭഗവാനെ പേടിച്ചിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലമാണ് നമ്മൾക്ക് പ്രായം ഉണ്ടാക്കുന്നത്, അല്ലെ? നമ്മൾ ജനിക്കുന്നു, അതൊരു കാലം, ഒരു കുട്ടിക്കാലം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് യൗവനത്തിലെത്തുന്നു, പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വാർദ്ധക്യത്തിലെത്തുന്നു. അപ്പൊ കാലം നമ്മളെ ഇങ്ങനെ ഓരോരോ ഘട്ടത്തിലൂടെ കടത്തിക്കൊണ്ട് പോവാണ്. ശരിയല്ലേ? നമ്മൾ കുഞ്ഞായിരിക്കുന്നു, പിന്നെ കൗമാരത്തിലെത്തുന്നു, അല്ല കുഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ശൈശവത്തിലെത്തുന്നു, പിന്നെ നമ്മൾ കൗമാരത്തിലെത്തുന്നു, പിന്നെ യൗവനത്തിലെത്തുന്നു, പിന്നെ വാർദ്ധക്യത്തിലെത്തുന്നു. അപ്പൊ കാലം നമ്മളെ ഇങ്ങനെ ഓരോരോ പ്രായത്തിലേക്ക് കൊണ്ടുപോവാണ്. ഇങ്ങനെയുള്ള കാലം ഭഗവാനെ ബാധിക്കുന്നേയില്ല. കാലത്തിനും അപ്പുറമാണ് ഭഗവാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പോ അങ്ങനെയുള്ള, എന്തെന്നാൽ ഭഗവാനെ കാലം ബാധിക്കുന്നില്ല. അതിനാൽ അവികാരനായിട്ട് അച്യുതനായിരിക്കുന്ന, അച്യുതൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു പേരാണ് അച്യുതൻ. അച്യുതൻ എന്ന് പറഞ്ഞാൽ എന്താ? ച്യുതി ഇല്ലാത്തവൻ. ച്യുതി എന്ന് പറഞ്ഞാൽ നാശം. ഭഗവാൻ അച്യുതനാണ്, ച്യുതി ഇല്ലാത്തവനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ നാശമില്ലാത്തവനായതുകൊണ്ടാണ് അച്യുതൻ എന്ന് പറയുന്ന പേര് വന്നത്. അപ്പൊ ആ ഭഗവാൻ അവതാരങ്ങൾ എടുക്കുകയും വീണ്ടും വീണ്ടും ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പല പ്രവർത്തികൾ ചെയ്യുകയും സാധാരണ ഒരു മനുഷ്യനെ പോലെ പെരുമാറുകയും എന്തൊക്കെ ചെയ്താലും അദ്ദേഹത്തെ ഒന്നും ബാധിക്കുന്നില്ല. ജനനോ മരണോ സങ്കടോ വിഷമോ ദുഃഖോ ഒന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. യാതൊരുവിധ വികാരങ്ങളും, അവികാരമാണ് ഭഗവാൻ, വികാരങ്ങൾ ഇല്ലാത്തവനാണ്. അങ്ങനെയുള്ള ഒരു വികാരങ്ങളും ബാധിക്കാത്ത, കാലം പോലും ഭഗവാനെ ബാധിക്കാതിരിക്കുന്ന ആ ഭഗവാൻ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഓരോരോ അവതാരങ്ങൾ എടുത്തെടുത്ത് ഇങ്ങനെ മുന്നേറുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ പോലെയൊക്കെ ഭഗവാൻ പെരുമാറിക്കളയും. മനസ്സിലായില്ലേ? സാധാ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യും. കുഞ്ഞായിരിക്കുമ്പോൾ വെണ്ണ കട്ടു, അതുപോലെ അടിയുണ്ടാക്കി, ഗോപാലന്മാരുടെ കൂടെ ഈ പശുക്കളെല്ലാം മേയിച്ചു നടന്നു, ഗോപികമാരുടെ വസ്ത്രങ്ങളെല്ലാം മോഷ്ടിച്ചു വെച്ചു. ഇങ്ങനെ എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് എല്ലാ മനുഷ്യന്മാരെ പോലെ പെരുമാറിക്കൊണ്ട് അങ്ങനെ ഭഗവാൻ നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തെ ഒരു വികാരങ്ങളും ബാധിക്കുന്നില്ല. എപ്പോഴും പവിത്രനാണ് അദ്ദേഹം. ഭയങ്കര പവിത്രമായിരിക്കുകയാണ് ഭഗവാൻ. മനസ്സിലായോ? പൂതാത്മ എന്ന് പറയുന്ന നാമത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ പൂതാത്മ എന്നൊരു വാക്യം ഇവിടെ വരുന്നുണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്കിത് മനസ്സിലാവും. ആഭ്യന്തര ശത്രുക്കളാണ്. നമ്മുടെ ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ നടക്കുന്ന ആഭ്യന്തര ശുചിഹി എന്നൊക്കെ നമ്മൾ പൂജ ചെയ്യുമ്പോൾ പറയാറില്ലേ? എൻ്റെ ഉള്ളാണ് നമുക്ക് ആദ്യം ശുദ്ധീകരിക്കുക. നമ്മുടെ ഉള്ളിലെ ശത്രുക്കൾ ആരാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾക്ക് കുറെ ശത്രുക്കളുണ്ട്. അതിൽ നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് പുറമേയുള്ള ശത്രുക്കളാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ കുറെ ശത്രുക്കളുണ്ട്. എന്താണ്? കാമക്രോധ ലോഭ മോഹ മത മാത്സല്യം. ഇതാണ് നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾ. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ അറിയാതെ വെച്ചിരിക്കുന്ന കുറേ ശത്രുക്കൾ. അതാണ് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര ബുദ്ധി. മനസ്സിലായി? എല്ലാത്തിനോടും ആസക്തി, ഒരു വെറുപ്പ്, പക തീർക്കുക, ദേഷ്യം, മത്സരിക്കുകയാണ് നമ്മൾ. അവനേക്കാൾ മുമ്പിലെത്തണം. ഇവൻ വീട് വെച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് വീട് വെക്കണം. അവൻ വണ്ടി വാങ്ങിയിട്ടുണ്ട്, എനിക്ക് വണ്ടി വാങ്ങണം. അവൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അപ്പൊ എനിക്ക് ഡ്രസ്സ് വേണം. ഇവൻ സ്വർണം വാങ്ങി, അപ്പൊ എനിക്ക് വേണം. ഇതൊരു മത്സര ബുദ്ധിയാണ്. കൊക്കിൽ കൊള്ളുന്നതേ കൊത്താവൂ എന്നൊരു ചൊല്ലുണ്ട്. നമ്മൾക്ക് എന്താണോ എടുക്കാൻ പറ്റുന്നത് അത് നമ്മൾ എടുക്കാം. ഒരാളിപ്പോ ഒരു കോടി രൂപയുടെ വീട് വെച്ചു, അതുപോലൊരു വീട് എനിക്കും വെക്കണം എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ കടബാധ്യത തീർക്കാൻ പറ്റാണ്ട് ഒരു കയറിൽ നമ്മൾ തൂങ്ങി മരിക്കേണ്ടി വരും, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള, അല്ലേ? കാരണം എന്താ? നാളെ ആ വീട് ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് നമ്മൾ നടുത്തെരുവിൽ നിൽക്കുന്ന സമൂഹത്തിൽ നമ്മൾ മോശക്കാരായി, ഇങ്ങനെയുള്ള പല ചിന്തകൾ നമ്മളെ അലട്ടും. അതിലും ഭേദം നമ്മൾക്ക് എന്ത് സാധിക്കുമോ അത്. നമ്മൾ ആരെയും കാണിക്കാനൊന്നും ജീവിക്കേണ്ട. നമ്മൾക്ക് എന്താണോ സാധിക്കുന്നത് എളിമയിൽ ജീവിക്കുക. നമുക്ക് ഉള്ളത് മതി. നമുക്ക് ഇടാനൊന്നുമില്ലേ? എന്താ ഒരു വസ്ത്രമാണോ ഉള്ളത്? അത് മതി. ഞാൻ ചോദിക്കട്ടെ, പൂന്താനം തിരുമേനിയുടെ കാലത്ത് ജീവിച്ചിരുന്ന എത്ര പേരെ നമ്മൾക്കറിയാം? എത്ര പേരെ കുറിച്ച് നമുക്കറിയാം? പൂന്താനം തിരുമേനിയുടെ കാലത്ത് ഒരുപാട് ആൾക്കാർ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര പേരെ പേരുകൾ നമുക്ക് പറയാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റില്ല. 500-600 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന പൂന്താനം തിരുമേനിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു
50 ആൾക്കാരുടെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പൂന്താനം തിരുമേനിയുടെ പേര് എങ്ങനെ നമുക്ക് പറയാൻ പറ്റി? നിത്യദരിദ്രനായിരുന്നു ആ പാവം, അല്ലെ? ഭയങ്കര ദരിദ്രനായി, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു പാവം നമ്പൂതിരിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു കൃഷ്ണഭക്തനായിരുന്നു. ആലോചിച്ച് വെക്കണം. ആ കൃഷ്ണഭക്തനായിരിക്കുന്ന പൂന്താനം തിരുമേനി ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഈ പറയുന്ന കാട്ടിലൂടെ അദ്ദേഹം എഴുതിയ ശ്ലോകങ്ങൾ ഭഗവാന് സമർപ്പിക്കാൻ ഒരുപാട് ദൂരം നടന്നു വന്നിരുന്ന കാലത്ത് ഈ പറയുന്ന പൂന്താനം തിരുമേനിയെ ഉപദ്രവിക്കാൻ കുറെ കള്ളന്മാര് വന്നപ്പോ, തസ്കരന്മാര് വന്നപ്പം ആ പൂന്താനം തിരുമേനി ആരെയാ വിളിച്ചത്? കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊരു വിളി വിളിച്ചു. ആ വിളിയിൽ മങ്ങാട്ടച്ഛന്റെ രൂപത്തിൽ വന്നത് ആരാ? ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ഹൃദയം കൊണ്ട് വിളിച്ചാൽ ഭഗവാൻ സമീപസ്ഥനാണ്. ഒരിക്കലും ഭഗവാൻ ഭക്തരെ കൈവിടില്ല. ഒരിക്കലും ഭഗവാൻ ഭക്തരെ കൈവിട്ട ചരിത്രമേ നമുക്ക് എവിടെയും കേൾക്കാൻ സാധിക്കില്ല. അപ്പോ അത്രയും നിത്യദാരിദ്ര്യ ദുഃഖിതനായിരിക്കുന്ന പൂന്താനം തിരുമേനിയുടെ പേര് 500-600 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ആലോചിച്ച് വെക്കണമെങ്കിൽ, ബഹുമാനിക്കണമെങ്കിൽ അദ്ദേഹം ഭഗവാന്റെ ഒരു വലിയ ഭക്തനായതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഭക്തിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തി കൊണ്ട് നമുക്ക് ഉയരാൻ സാധിക്കും, സമ്പത്ത് കൊണ്ട് ഉയരാൻ സാധിക്കില്ല, പ്രശസ്തി നേടാൻ കഴിയില്ല, ഒന്നും സാധിക്കില്ല. ഭക്തി കൊണ്ട് നമുക്ക് ഉയരാൻ സാധിക്കും. എല്ലാവരുടെ ഹൃദയത്തിലും നമ്മൾക്ക് ആ ഒരു സ്നേഹം കിട്ടും, സംശയമില്ല. പക്ഷേ ഭക്തി കൊണ്ട് നേടിയെടുക്കുന്നതൊന്നും തന്നെ ഈ ലോകത്തിലെ മറ്റൊരു കാര്യങ്ങൾ കൊണ്ടും നേടിയെടുക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? ഭക്തി മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്, സ്ഥിരമായിട്ടുള്ളത് ഭക്തി മാത്രമാണ്. മറ്റൊന്നും ശാശ്വതമായിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഭക്തിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോ നമ്മുടെ ഉള്ളിലുള്ള കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യ ബുദ്ധി, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഉള്ളിലെ ശത്രുക്കളാണ്. ഈ ശത്രുക്കളെ എല്ലാം നമ്മൾ മാറ്റണം. മനസ്സിലായോ? ഈ ശത്രുക്കളെ എല്ലാം നമ്മൾ മാറ്റിയിട്ട് പിന്നെ എന്താ? ബാഹ്യ ശത്രുക്കൾ, നമുക്ക് പുറത്തും കുറെ ശത്രുക്കളുണ്ട്. അസുരന്മാരോ അങ്ങനെ കുറെ, ഇപ്പൊ അന്നത്തെ കാലത്ത് അസുരന്മാരെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് പുറത്ത് ദുരിതങ്ങൾ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള സർവപരമായിരിക്കുന്ന ശത്രുക്കളെയും ഒരിക്കലും പരാജിതനല്ലാത്തതിനാൽ ഇങ്ങനെയുള്ള ഉള്ളിലിരിക്കുന്ന ആഭ്യന്തരമായിരിക്കുന്ന ശത്രുക്കളെ കൊണ്ടും പുറമേയുള്ള അസുരന്മാരെ കൊണ്ടും ആരെ പരാജയപ്പെടുത്താൻ കഴിയില്ല? ഭഗവാനെ പരാജയപ്പെടുത്താൻ, തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഒന്നിനെ കൊണ്ടും ഭഗവാനെ തോൽപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഭഗവാനെ എന്ത് വിളിക്കുന്നു? സർവവിജയി എന്ന് വിളിക്കുന്നു. സർവ്വതിനെയും ഭഗവാൻ തോൽപ്പിക്കുന്നു. പക്ഷെ ഭഗവാനെ തോൽപ്പിക്കാൻ ഒന്നിനെ കൊണ്ടും സാധിക്കില്ല. അപ്പൊ ഒന്നിനെ കൊണ്ടും തോൽപ്പിക്കാൻ സാധിക്കാത്ത ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സർവവിജയി എന്ന് വിളിക്കുന്നു. മനസ്സിലായില്ലേ? ഭഗവാൻ സർവവ്യാപിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി എന്താ അടുത്തതെന്ന് വെച്ചാൽ ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി ഭൂതാത്മര. അപ്പൊ ചില ശ്ലോകങ്ങൾ ഞാനിവിടെ വായിക്കുമ്പോൾ നിങ്ങൾ അത് വിഷ്ണു സഹസ്രനാമത്തിൽ നോക്കണ്ട, ഇതൊക്കെ ക്ഷേധോമിനിഷത്തിലൊക്കെ ഉള്ളതാണ്. ചില ശ്ലോകങ്ങൾ വേറെയാണ്. ഇത് നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിലെ എല്ലാം ഞാനിപ്പോ വായിച്ച ശ്ലോകം, അത് അങ്ങനെയുള്ള ശ്ലോകങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞു തരാണ് കേട്ടോ. അപ്പൊ സകല പ്രാണികളിലും എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ ആ ജീവജാലങ്ങളിലെല്ലാം തന്നെ ഗൂഢമായിട്ട് ഉള്ളിന്റെ ഉള്ളില് ഏതൊരു ദേവനാണോ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത്, അദ്ദേഹം സർവ്വവ്യാപിയാണ്. ഇപ്പൊ എൻ്റെ ഉള്ളിൽ ഒരു സത്യം ഉറങ്ങിക്കിടക്കുന്നുണ്ട്, ഒരു ദേവൻ ഇരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെ ഉള്ളിലും ഓരോ ഈശ്വരൻ ഇരിക്കുന്നുണ്ട്. ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുമുണ്ട്, സർവ്വവ്യാപിയുമാണ് ആ ഈശ്വരൻ. എല്ലാ ജീവികളുടെയും അന്തരാത്മാവാണ് ആ ഭഗവാൻ. മനസ്സിലായില്ലേ? ആത്മാവും പരമാത്മാവുമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. നമ്മൾ പറയും, അയ്യോ ഞാൻ മരിച്ചു, എൻ്റെ ഈ ശരീരം ഞാൻ മരിച്ചാൽ എന്തായി? ജീവാത്മാവ്, ആ ആത്മാവ് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരം എന്തായി? ശവമായി, അല്ലേ? ആ ശവം പിന്നെ കത്തിച്ചു കളയും. പക്ഷേ ജീവാത്മാവ് മാത്രമല്ല ഇരിക്കുന്നത്, പരമാത്മാവുണ്ട്. ജീവാത്മാവ് ഇരിക്കണമെങ്കിൽ പരമാത്മാവും കൂടി വേണം. പരമാത്മാവിനോടുകൂടി യോഗം ചെയ്ത് ജീവാത്മാവിരിക്കുന്ന ആ ശരീരം, ജീവാത്മാവിനെയും പരമാത്മാവിനും കുടികൊള്ളാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തെ നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് നോക്കണം, ബഹുമാനത്തോടെ നോക്കണം. ഒരു ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ക്ഷേത്രമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കും, അല്ലെ? എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കും. പൂജാമുറിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്ലീൻ ചെയ്ത് വെക്കും. കാരണം എന്താ? അയ്യോ അവിടെ ഈശ്വരൻ ഇരിക്കുന്നുണ്ട് പൂജാ റൂമിൽ, ഈശ്വരൻ ഇരിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ ആരെങ്കിലും മത്സ്യമാംസാദികൾ കയറ്റുമോ? ആരെങ്കിലും മീനും കൊണ്ട് ക്ഷേത്രത്തിൽ പോവില്ല. കാരണം എന്താ? അയ്യോ അവിടെ ഈശ്വരനുണ്ട്. അപ്പൊ ഈ ശരീരത്തിനുള്ളിൽ ആരുണ്ട്? ഈശ്വരനുണ്ട്. ആ ശരീരത്തിനുള്ളിലിരിക്കുന്ന ഈശ്വരൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ശരീരം നമ്മൾ ഭഗവാന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ ശരീരത്തെ നമ്മൾ എന്താക്കണം? മലിനമല്ലാതെ, ചീത്തയാവാതെ നമ്മൾ നോക്കണം. മനസ്സിലായില്ലേ?
ഭഗവാൻ ഇരിക്കുന്ന ആ പരമാത്മാവിരിക്കുന്ന ജീവാത്മാവിനോടുകൂടി സംയോഗം ചെയ്തുകൊണ്ട് പരമാത്മാവിരിക്കുന്ന ആ ശരീരത്തെ മത്സ്യമാംസാദികളുടെ ഉപയോഗത്താൽ, മദ്യം പോലെയുള്ള വൃത്തികെട്ട സാധനങ്ങളുടെ ഉപയോഗത്താൽ നമ്മൾ എന്ത് ചെയ്യരുത്? മലിനമാക്കരുത്. മനസ്സിലായോ? ഒരു ക്ഷേത്രവും നമ്മൾ തകർക്കാൻ ശ്രമിക്കില്ല. കാരണം അത് ഈശ്വരന്റെയാണ്, അത് ഭഗവാന്റെയാണ്. നമ്മളത് കെട്ടിപ്പൊക്കാനേ ശ്രമിക്കൂ, കൂടുതൽ നിലനിർത്താനേ ശ്രമിക്കൂ. അപ്പൊ അതേപോലെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ആ ചിന്ത, ആ സത്യം നമ്മളുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ശരീരവും നമ്മൾ മലിനമാവാതെ സൂക്ഷിക്കണം. അപ്പോ മധുസൂദനനെ, അതായത് ഭഗവാനെ, മധുസൂദനനെ ഏകാഗ്ര ചിത്തരായി സ്മരിച്ചാൽ, നല്ല ഹൃദയത്തോടു കൂടി ഏകാഗ്രതയോടുകൂടി ഭഗവാനെ മാത്രം കണ്ണടച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ ജന്മവും മൃത്യുവും ജരയുമാകുന്ന മുതലകൾ നിറഞ്ഞ സംസാര സാഗരത്തെ തരണം ചെയ്യുന്ന പറയുന്നത്. ആരാണോ ഭഗവാനെ നന്നായിട്ട് ഹൃദയം കൊണ്ട് സ്മരിക്കുന്നത്, ആ സ്മരിക്കുന്ന വ്യക്തി ഈ പറയുന്ന ലോകത്തിലെ എല്ലാ ദുരിതങ്ങളെയും മറികടക്കും. എനിക്ക് എപ്പോഴാ പരാതികൾ ഉണ്ടാവുന്നത്? എനിക്ക് എന്തെങ്കിലും ലഭിക്കാതെ വരുമ്പോൾ ആ ലഭിക്കണം, അത് കിട്ടണം എന്ന ഒരാഗ്രഹം, ആ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാവുമ്പോഴാണ് എനിക്ക് എന്ത് ലഭിക്കുന്നത്? എനിക്ക് വിഷമം വരുന്നത്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലേ, പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണത്? നമുക്ക് ദുഃഖം വരുന്നത് എന്തുകൊണ്ടാണ്? അയ്യോ എനിക്ക് ഇത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, എനിക്ക് അത് വേണം, ഇത് വേണം എന്ന ചിന്ത നമ്മൾ അലട്ടുമ്പോൾ അല്ലെ? ആ ചിന്തകൾ നമ്മൾ അലട്ടുമ്പോഴല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സ്വന്തമായി വീടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ വീടുള്ള ആൾക്കാരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിന്റെ ഹാളിൽ അവർ അടക്കം ചെയ്യും. എത്ര നേരം അവരുടെ ശവശരീരം ആ വീട്ടിൽ വെക്കും? ഒരായുസ് മുഴുവൻ നമ്മൾ കഷ്ടപ്പെട്ട് പണിതുയർത്തിയ ആ വീട്, ഒരു ജന്മം മുഴുവൻ നമ്മൾ ലോൺ അടച്ചുണ്ടാക്കിയ ആ വീട്, ആ വീട്ടിന്റെ ഹാളിൽ നമ്മുടെ ശവശരീരം എത്ര നേരം വെക്കും? ഒരുപാട് നേരം വെക്കില്ല, കൊണ്ടുപോയി കത്തിച്ചു കളയും, ഇല്ലേ? അപ്പൊ പിന്നെ നമ്മൾ എന്തിനു സ്വന്തം എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ നിൽക്കണം? നമ്മൾ വാർദ്ധക്യാവസ്ഥയിൽ എത്തുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ നോക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഒരു ഉറപ്പും ഇല്ല. അതാണ് ഇന്നത്തെ 2026 എന്ന് പറയുന്ന കാലഘട്ടം. അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മൾ എന്തിന്റെ പിന്നാലെ ഓടുന്നു? എന്തിനു വേണ്ടി നമ്മൾ ഓടുന്നു? എന്തിനു വേണ്ടി നമ്മൾ മത്സരിക്കുന്നു? ഈ ആഗ്രഹങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഒന്നിനു വേണ്ടിയല്ല. നമ്മളേതെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ചേർത്ത് വെച്ചിട്ട് നാളെ ഒരു 6 മീറ്ററോ 7 മീറ്ററോ വെള്ള തുണിയിൽ പൊതിച്ചുകൊണ്ടേ നമ്മളെ കൊണ്ടേ കത്തിച്ചു കളയും. അത്രയുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സ്വസ്ഥതയോടെ ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക, ഈശ്വരനാമം എത്രത്തോളം ജപിക്കാൻ പറ്റും അത്രത്തോളം ജപിക്കുക. ഒരു പരാതിയില്ല, ഒരാഗ്രഹവും ഇല്ല. ഭഗവാൻ നമ്മൾക്ക് തരാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാലും ഭഗവാൻ തരാം. 7 കടലിനപ്പുറത്തുള്ള കാര്യമാണെങ്കിലും ഭഗവാൻ എത്തിച്ചേരും. നമ്മൾക്ക് കിട്ടുമെന്ന് കരുതുന്ന കാര്യം നമുക്ക് ലഭിച്ചിരിക്കും. മനസ്സിലായില്ലേ? എൻ്റെ അച്ഛൻ്റെ അമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ ചോറുണ്ണുന്ന സമയത്ത് നമ്മളുടെ വായിലേക്ക് പോകേണ്ട ചോറാണ്, ആ അരിമണി നമ്മളെ വായിലേക്കാണ് പോകണമെങ്കിൽ നമ്മുടെ വായിലേക്ക് തന്നെ പോകും. ഇനി അതല്ല, അത് നമ്മുടെ വായിൽ പോകരുത് എന്നാണെങ്കിൽ നമ്മുടെ ഈ കൈയിന്റെ വിരലിന്റെ ഓട്ടയിൽ കൂടെ താഴെ പോകുന്നു. കറക്റ്റ് അല്ലേ? അത് ആ ഓട്ടയിൽ കൂടെ താഴെ പോയി പോകും. അത് നമുക്ക് തിന്നാനുള്ള അരിമണിയല്ല, അത് ഏതോ പക്ഷിമൃഗാദികൾക്ക് തിന്നാനുള്ള അരിമണിയാണ്. അപ്പൊ അത്രയും ചിന്തിക്കുക, നമുക്ക് എന്ത് ലഭിക്കാനുണ്ടോ അത് നമുക്ക് ലഭിക്കും. നമുക്ക് അതില്ല ഇതില്ല എന്നുള്ള വെപ്രാളം നമുക്ക് വേണ്ട. ശാന്തിയോടെ സമാധാനത്തോടെ ഇരിക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഏകാഗ്രത ലഭിക്കുന്നത്. ഏകാഗ്രത ഉണ്ടായാലാണ് ഈശ്വരനെ സ്മരിക്കാൻ സാധിക്കുക. അപ്പോൾ മധുസൂദനനെ ഏകാഗ്ര ചിത്തരായിട്ട്, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, മധുസൂദനൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ, ആ ഭഗവാനെ ഏകാഗ്രതയോടുകൂടി സ്മരിച്ചു കഴിഞ്ഞാൽ അവർ ഈ ജന്മവും മൃത്യുവും എല്ലാം മറികടക്കും. ഈ ജനനവും മരണവും എല്ലാം നമ്മൾ മറികടക്കും. അതാ പറയുന്നത്, ഏവമേകാഗ്ര ചിത്തസൻ സംസ്മരൻ മധുസൂദനം ജന്മമൃത്യു ജരാഗ്രാഹം സംസാരബ്ധിം തരിഷ്യതി എന്ന് പറയുന്നത്. ഏകാഗ്രതയോടുകൂടി സ്മരിച്ചു കഴിഞ്ഞാൽ ഈ ദുഃഖങ്ങളെല്ലാം നമ്മളിൽ നിന്ന് പോകും. ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. മനസ്സിലായില്ലേ? അപ്പോ അത് വിഷ്ണു സഹസ്രനാമത്തിലുള്ള വാക്കാണ്. ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. അതായത് പ്രണവസ്വരൂപിയായിരിക്കുന്ന വിഷ്ണുവിന് വീണ്ടും 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 നമസ്കാരം. അതാണ് അതിന്റെ അർത്ഥം. ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ഇനി എന്താ? ഈ പറഞ്ഞ 6 ശ്ലോകങ്ങൾ മഹാഭാരതത്തിൽ ഉള്ളവയല്ല. നമ്മൾ പഠിച്ച ഈ 6 ശ്ലോകങ്ങളും മഹാഭാരതത്തിലുള്ളതല്ല കേട്ടോ. പിന്നെയോ സമ്പ്രദായ പ്രകാരം ചേർത്തിരിക്കുന്നതാണ്. അവികാരായ ശുദ്ധായ നിധ്യായ പരമാത്മനെ സദൈക രൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ യസ്യ സ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യത്തെ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ സമസ്ത ഭൂതാനാമാദിഭൂതായ ഭൂപ്രദേ അനേക രൂപരൂപായ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ഇത് ഈ 6 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് സമ്പ്രദായ പ്രകാരം ചേർത്തിട്ടുള്ള ശ്ലോകങ്ങളാണ്. മനസ്സിലായോ? ഇതുപോലെ തന്നെ കവചവും ചേർത്തിട്ടുണ്ട്. ഇതുപോലെ കവചവും ചേർത്തിട്ട്. അപ്പോ വൈശംപായന മഹർഷി ജനമേജയ മഹാരാജാവിനെ യാഗമണ്ഡപത്തിൽ വെച്ച് വായിച്ചു കേൾപ്പിച്ചതാണ് എന്ത്? വിഷ്ണു സഹസ്രനാമം. ശ്രദ്ധിച്ചു കേൾക്കുക. വൈശംപായന മഹർഷി ജനമേജയ മഹാരാജാവിനെ യാഗമണ്ഡപത്തിൽ വെച്ചിട്ട് വായിച്ചു കേൾപ്പിച്ചാണ് വിഷ്ണു സഹസ്രനാമം ആദ്യമായിട്ട് പ്രചാരമായതെന്നാണ് പറയുന്നത്. നമുക്ക് ഒന്നിന്റെയും അടിസ്ഥാനം അറിഞ്ഞൂടാ.
നമ്മൾ ആരും അല്ല അടിസ്ഥാനം തേടിപ്പോകാൻ, അതിനുള്ള അറിവും ഒന്നും നമുക്കില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്നു, നമുക്ക് കൃത്യമായത് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളൊക്കെ അറിയിച്ചു തരുന്നു, അത്രയും മനസ്സിലാക്കുക. അപ്പോൾ അത്രയും അഗാധമായിരിക്കുന്ന രഹസ്യങ്ങളാണ് നമ്മുടെ ഹൈന്ദവ കുലത്തിലുള്ള എല്ലാ കാര്യങ്ങളും. അതിന്റെ തുടക്കം ഒടുക്കമൊന്നും നമ്മൾ അന്വേഷിച്ച പോലെ എവിടെയും കിട്ടില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? വിഷ്ണു സഹസ്രനാമം അങ്ങനെയാണ് പ്രചരിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. മഹാഭാരതത്തില് അനുശാസന പർവ്വതത്തില്, മഹാഭാരതം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അനുശാസന പർവ്വം നമ്മൾ എടുത്തോന്നൊരു സംശയമുണ്ട്, എന്നാലും പറയാണ്. അനുശാസന പർവ്വത്തില് 149ാമത്തെ അധ്യായമാണ് എന്ത്? വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത്. അപ്പോ ആ വിഷ്ണു സഹസ്രനാമം, അനുശാസനം എന്നത് എന്താണ്? നമ്മുടെ മഹാന്മാരായിരിക്കുന്ന പൂർവികരായിരിക്കുന്ന മഹാന്മാര് അവര് അനുഷ്ഠിച്ച ജീവിതചര്യയുണ്ട്. നമ്മൾ ജീവിക്കുന്ന പോലെയൊന്നല്ല അവർ ജീവിച്ചത്. നമ്മളെ പൂർവികര് ഭയങ്കരമായിട്ടുള്ള ഭയങ്കര അനുഷ്ഠാനങ്ങളോട് കൂടിയാണ് അവര് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികര് എന്താണ്, ആ ജീവിതചര്യ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള മഹാരോഗങ്ങളൊന്നുമില്ല. അവരന്നും ഇന്നും എന്നും ഭയങ്കര നല്ല ബോൾഡായിരുന്നു അവര്. നമ്മളെ പോലെ ഒന്നല്ല. നമ്മളൊരു 10 സ്റ്റെപ്പ് കയറിയാൽ അയ്യോ എന്ന് പറഞ്ഞ് കിതക്കാൻ തുടങ്ങും. ഒന്ന് കുറച്ച് വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് പറ്റില്ല. പക്ഷെ അവർ ഹിമാലയം വരെ കയറിയിട്ട് വരും. ഏത് തണുപ്പിലും അവരിയ്ക്കും, ഏത് ചൂടിലും അവർ നടക്കും. അവർക്ക് ചെരുപ്പൊന്നും ആവശ്യമില്ല. ഇന്ന് ചെരുപ്പില്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അവർക്ക് ചെരുപ്പ് ആവശ്യമില്ല, കാലിൻ്റെ അടിയിൽ വേദനയില്ല, തലവേദനയില്ല, കയ്യിൽ ബാമ്പ് കരുതേണ്ട ഒന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള ആ ഒരു പൂർവികര് അനുഷ്ഠിച്ച ജീവിതചര്യ കൊണ്ടാണ് അവർക്ക് അത്രയും ശക്തി നേടാൻ സാധിച്ചത്. ധർമ്മപുത്രർക്ക് ഭീഷ്മ പിതാമഹൻ പഠിച്ചിട്ടില്ലേ? ധർമ്മപുത്രർക്ക് യുധിഷ്ഠിരന് ഭീഷ്മ പിതാമഹൻ എന്തൊക്കെ ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരശയിൽ കിടന്നപ്പം ഞാൻ മഹാഭാരതത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണത്. പറയാൻ പറഞ്ഞ ഒരാളും പറയില്ല, അത് വേറെ കാര്യം. അപ്പോ ഈ യുധിഷ്ഠിരൻ ധർമ്മപുത്രന് ഭീഷ്മ പിതാമഹൻ ശരശയിൽ കിടന്നുകൊണ്ട് രാജധർമ്മം, ആപത് ധർമ്മം, ഭഗവത് ധർമ്മം, മോക്ഷധർമ്മം, വർണ്ണാശ്രമധർമ്മം, ദാനധർമ്മം, അഭ്യുദയധർമ്മം, നിശ്രേയസധർമ്മം ഇതെല്ലാം ഉപദേശിച്ചിട്ടുണ്ട്. എല്ലാ ധർമ്മങ്ങളെയും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ആര്? യുധിഷ്ഠിരന്, ധർമ്മപുത്രന്. യുധിഷ്ഠിരനെ തന്നെയാണ് ധർമ്മപുത്രൻ എന്ന് വിളിക്കുന്നത്. ഈ യുധിഷ്ഠിരന് നമ്മുടെ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട് വർണ്ണാശ്രമ ധർമ്മങ്ങൾ മുതൽ എല്ലാ ധർമ്മങ്ങളെ കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സാധാരണക്കാരന് അനുഷ്ഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെ? നമ്മളൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ്. അപ്പൊ ഈ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കൂല. അപ്പോ ഇതൊക്കെ, ഈ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആധ്യാത്മികമായി ഉയരാൻ പറ്റൂ എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷെ ഇതെല്ലാം സാധാരണക്കാരായ നമ്മൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് അനുഷ്ഠിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ആധ്യാത്മികമായി ഉയരാൻ വേണ്ടിയിട്ട് 6 ചോദ്യങ്ങൾ ഈ വൈശംപായനൻ ജനമേജയനോട് പറയുന്നുണ്ട്. 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ആധ്യാത്മിക ഉന്നമനത്തിന് എളുപ്പമായിരിക്കുന്ന വഴി എന്താണെന്ന് 6 ചോദ്യങ്ങളിലൂടെ വൈശംപായനൻ ജനമേജയനോട് പറയുന്നുണ്ട്. 6 ചോദ്യങ്ങളിലൂടെ ആധ്യാത്മികമായിട്ട് നമുക്ക് ഉയരാൻ വേണ്ടി 6 ചോദ്യങ്ങളോടെ ഈ വൈശംപായനൻ ജനമേജയ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് മഹാഭാരതത്തിൽ വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നിടത്ത് അതാണ് ആ 6 ചോദ്യങ്ങളാണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പഠിച്ച ലൈൻ ഏതാ? ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ഇത്രത്തോളം നമ്മൾ പഠിച്ചു. അടുത്ത ഒരു ലൈൻ എന്താ വെച്ചാൽ ശ്രീ വൈശംപായന വാച, അതായത് ശ്രീ വൈശംപായനൻ പറഞ്ഞു. എന്താണ്? 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ജനമേജയ മഹാരാജാവിനോട് വൈശംപായനൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തില് 8ാമത്തെ ശ്ലോകത്തിലേക്ക് 8ാമത്തെ വരിയിലേക്ക് വരുമ്പോഴേക്കും ശ്രീ വൈശംപായന വാച എന്ന് പറയുന്നത്. ശ്രീ വൈശംപായനൻ പറഞ്ഞു. എന്താ പറയുന്നത്? ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശ യുധിഷ്ഠിരാ ശാന്താനവം പുനരേവാഭ്യഭാഷത. ഒന്നുകൂടി വായിച്ചരാ. ശ്രുത്വാ, വായിക്കാൻ അറിയാത്തവരൊപ്പം വായിക്കുക. ശ്രുത്വാ. അത് വൈഫൈ കട്ടായതാണ്, ക്ഷമിക്കണം. വന്നു കേട്ടോ. നമസ്തേ ഗുരുദേവ്. അപ്പോ വൈശംപായന വാച, വൈശംപായനൻ പറയാണ് ശ്രുത്വാ ധർമാനശേഷണ പാവനാനീജ സർവശ യുധിഷ്ഠിര ശാന്താനവം പുനരേവാഭ്യഭാഷത. അപ്പോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിത്തവൃത്തി, അതായത് നമ്മള് ഇങ്ങനെ നമ്മുടെ മനസ്സ്, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് എപ്പോഴും വൃത്തിയായിട്ടുണ്ടാവണം. മനസ്സ് വൃത്തിയില്ലെങ്കിൽ നമ്മുടെ മുഖത്തൊരു പ്രസന്നത ഉണ്ടാവില്ല. അപ്പോൾ
മനസ്സ് പരിശുദ്ധമാകാൻ വേണ്ടിയിട്ട് എല്ലാ ധർമ്മങ്ങളും കേട്ട് കഴിഞ്ഞു. യുധിഷ്ഠിരൻ എല്ലാ ധർമ്മങ്ങളും കേട്ടു അല്ലെ. ഈ ധർമ്മങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്കിങ്ങനെ ജീവിതത്തിൽ പകർത്താനാവില്ല. അപ്പം യുധിഷ്ഠിരൻ ശന്തനുപുത്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ എന്താ പറയാ മഹാരാജ്. അപ്പൊ ഭീഷ്മാചാര്യനോട്, ശന്തനുപുത്രനായിരിക്കുന്ന ഭീഷ്മാചാര്യനോട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് യുധിഷ്ഠിരൻ. മനസ്സ് പരിശുദ്ധമാക്കാൻ എല്ലാ ധർമ്മങ്ങളും ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് ഇനിയും കുറെ സംശയങ്ങളുണ്ട്. യുധിഷ്ഠിരൻ പറയാണ്, ശ്രീ യുധിഷ്ഠിര ഉവാച. അപ്പൊ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? കിമേകം ദൈവതം ലോകേ കിം വ്യാഭേഗം പരായണം സ്തുവന്തകം കമർച്ചന്ത പ്രാപ്നിയാർ മാനവാശുഭം. അതായത് കിമേകം ദൈവതം ലോകേ കിം വ്യാപേഗം പരായണം സ്തുവന്തഹ, രണ്ട് കുത്തു വന്ന ഹ ആണ് കേട്ടോ, സ്തുവന്തഹ കമം കം കമർച്ചന്തഹ പ്രാപ്നുരീമാനവ ശുഭം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശുഭം നേടാനായിട്ട് ജനങ്ങള് ലോകത്തിൽ ഏതു ദേവതയെയാണ് ആരാധിക്കേണ്ടത്? ഇതെല്ലാവരുടെ സംശയമാണ്. നല്ലത് വരാൻ വേണ്ടി ജനങ്ങൾ ഈ ലോകത്തിലെ ഏത് ദേവതയെയാണ് ആരാധിക്കേണ്ടത്? അതൊരു നല്ല ചോദ്യമാണ് അല്ലെ. ഏതൊരു ദേവനെയാണ് പാരായണമായി എടുക്കേണ്ടത്? ഏത് ദേവനെ ആരാധിക്കണം? ഏത് ദേവനെയാണ് നമ്മൾ പാരായണമായിട്ട് എടുക്കേണ്ടത്? ഏതൊരു ദേവതയെ നമ്മൾ സ്തുതിക്കണം നമുക്ക് നല്ലത് വരാൻ? ഏത് ദേവതയ്ക്കാണ് നമ്മൾ അർച്ചന ചെയ്യേണ്ടത്? ഈ 4 ചോദ്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കിമേകം ദൈവതം ലോകേ കിം വ്യാപേഗം പരായണം. ആരെയാണ് പാരായണം ചെയ്യേണ്ടത്? സ്തുവന്തകം കമർച്ചന്ത, അർച്ചന ചെയ്യേണ്ടത് ആർക്കാണ്? പ്രാപ്നുർ ഈമാനവാ ശുഭം, ശുഭം വരാൻ നമ്മൾ ആരെ ആരാധിക്കണം? യുധിഷ്ഠിരന്റെ ചോദ്യമാണ്. ഒരു നിശ്ചിത ലക്ഷ്യവും അതിന് ധർമ്മ അനുഷ്ഠാനങ്ങളും മാർഗവും കണ്ടെന്നല്ലാതെ വിവരമുള്ളവർ ആരും ഒരു കാര്യം തുടങ്ങില്ല അല്ലെ. അതായത് ഒരു നിശ്ചിത ലക്ഷ്യവും അതിനൊരു ധർമാനുഷ്ഠാനവും ഉണ്ട്, അതിനൊരു വഴിയുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു കാര്യത്തിനൊരു ലക്ഷ്യമുണ്ട്. അതിന് ആ ലക്ഷ്യത്തിനൊരു ധാർമ്മികത ഉണ്ടാവണം. നമ്മൾ ചെയ്യാൻ പോണ കാര്യത്തിനൊരു ധർമ്മം ഉണ്ടാവണം. ധർമ്മമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവണം. ഇങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഒരാളും ഒരു കാര്യവും ചെയ്യില്ല. ഇപ്പൊ നമ്മളൊരു ദേവതയെ ആരാധിക്കുകയാണ്. ആ ദേവതയെ ആരാധിക്കുന്നതിന് ഒരു ധാർമ്മികതയുണ്ട്. എന്താണ് ധാർമ്മികത? കൃത്യനിഷ്ഠ. രാവിലെ 9 മണിക്കാണ് നമ്മൾ വിളക്ക് വെക്കുന്നെങ്കിൽ തോന്നിയ നേരത്ത് വന്ന് വിളക്ക് വെക്കുന്നത്. ആ 9 മണിക്ക് തന്നെ വിളക്ക് വെക്കണം. അതാണ് അതിന്റെ ധാർമ്മികത, ചെയ്യുന്ന പ്രവൃത്തിയുടെ ധാർമ്മികത. ആ വിളക്ക് വെച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അത് ഇന്നതാണ് അത് ചെയ്യുന്നത്. അപ്പൊ ആ ലക്ഷ്യത്തിനും അതുപോലെ എന്താ അതിലൊരു ശുഭമുണ്ട്, ഒരു നന്മയുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് ഒരാളും ഒരു കാര്യം ചെയ്യില്ല അല്ലെ. അപ്പോ ആ ഒരു ധർമാനുഷ്ഠാനം, ആ ഒരു മാർഗം, ഇതൊന്നും ഇല്ലാണ്ട് ഒരാൾക്കാരും ഒരു കാര്യം ചെയ്യില്ല. അതായത് ഉഭയവും ഉപായവും കൂടി മുൻകൂട്ടി നിശ്ചയിച്ചതിന് ശേഷമേ ഏതൊരു കർമ്മയോഗിയും കാര്യം ചെയ്യൂ. ഒരു വഴിയുണ്ട്, അതിനൊരു രീതിയുണ്ട്. അതില്ലാതെ ഒരു കർമ്മയോഗിയും ഒരു കർമ്മം ചെയ്യാനിരിക്കില്ല. തോന്നിയ പോലെ ആരും കർമ്മം ചെയ്യാനിരിക്കില്ല അല്ലെ. എല്ലാം അടുക്കി പെറുക്കി വെച്ച് അതിനൊരു കൃത്യതയോടുകൂടി വ്യക്തമായിട്ട് ഒരു മാന്യതയോടുകൂടി ധാർമ്മികപരമായിട്ട് ഏതൊരു യോഗിയും ഏതൊരു പൂജാരിയും ഏതൊരു ഭക്തനും എന്ത് കാര്യവും ചെയ്യും. തോന്നിയ പോലെ ആടി ഓടി ഓടി വന്നിട്ടൊന്നും ഒരാളും ഒന്നും ചെയ്യില്ല. അപ്പോ ഉഭയവും ഉപായവും 3 വിഭാഗമാക്കാം. തരക്കേടില്ലാത്തത്, നല്ലത്, ഏറ്റവും ഉചിതമായത്. 3 കാര്യങ്ങൾ എടുത്തോളൂ. അത്യാവശ്യം തരക്കേടില്ലാത്തത്, ഒരു നല്ല കാര്യം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉചിതമായ കാര്യം. ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ എടുത്താല് പലതും ഉള്ളതിനാൽ പരിചയസമ്പന്നരോട് ചോദിക്കുന്നതാണ് അഹങ്കാരമില്ലാത്തവർ സാധാരണയായി ചെയ്യുന്നത്. നമ്മൾ വലിപ്പ ചെറുപ്പം നോക്കരുത്. എനിക്ക് 10-50 വയസ്സായി, ആ വയസ്സിന്റെ പക്വതയും അതിന്റെ അറിവും എനിക്കുണ്ട്, എന്നെ ആരും പഠിപ്പിക്കണ്ട, എനിക്കിഷ്ടമല്ല പഠിപ്പിക്കുന്നത്, എന്നോട് അഭിപ്രായം പറയരുത്. ഇങ്ങനെ ചില വ്യക്തികളുണ്ട്. വിഡ്ഢികൾ എന്നേ നമ്മൾ പറയാൻ പറ്റും അവരെ. ഈ ജന്മത്തിലെ പ്രായം കൊണ്ടല്ല നമ്മൾ ഒരാളുടെ പ്രായത്തെ അളക്കണം. അവരെ പ്രായത്തെ നമ്മൾ ബഹുമാനിക്കണം, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ അറിവെന്ന് പറയുന്നത് യുഗയുഗാന്തരങ്ങൾ കൊണ്ട് ആ ആത്മാവിന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നില്ലേ, ഒരു ചെറിയൊരു കുട്ടി, നമ്മളെ ഇസ്കോണിന്റെ ഒരു ഡിവോട്ടി. അത് എത്ര ചെറിയ കുട്ടിയാണ്. ആ കുട്ടി എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ആ കുട്ടിയുടെ വയസ്സ് എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയുടെ അറിവ് എത്രമാത്രം ഉണ്ട്.
ആലോചിച്ച് നോക്കൂ, ഒരു 50 വയസ്സായ ഒരാൾക്ക് പോലും അത്രയും അറിവുണ്ടാവില്ല. ആ കുട്ടിക്ക് എവിടെ നിന്ന് ഈ 12 വയസ്സിനുള്ളിൽ ഇത്രയും അറിവ് ലഭിച്ചു? ചിന്തിച്ചിട്ടുണ്ടോ? ആ കുട്ടിയുടെ പ്രായമല്ല അതിന്റെ അറിവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ആ കുട്ടിയുടെ പാദങ്ങളിൽ നമസ്കരിക്കാൻ യോഗ്യരാണ്. കാരണം എന്താ? നമ്മൾ ആ കുട്ടിയെ ബഹുമാനിക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെ? ആ കുട്ടി ആ ബഹുമാനത്തിന് അർഹനാണ്. കാരണം എന്താന്ന് വെച്ചാല് യുഗാന്തരങ്ങൾ കൊണ്ട് ആ കുട്ടിയെടുത്ത ജന്മത്തിൽ നിന്നാണ് ആ കുട്ടി അത്രയും അറിവുകൾ സ്വായത്തമാക്കിയിരിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ പ്രായമല്ല അവിടെ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? ആ കുട്ടിയുടെ പ്രായമല്ല അവിടെ, അത് പ്രായമല്ല. ആ 4 കത്തിച്ചോളൂ മാതാജി. പ്രായമല്ല അവിടെ ഇമ്പോർട്ടന്റ്, ആ കുട്ടിയുടെ അറിവാണ് ഇമ്പോർട്ടന്റ്. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഉപദേശം കേൾക്കുന്നത് ഇഷ്ടമല്ല, എന്നോട് എൻ്റെ മക്കൾ എന്നെ ഉപദേശിക്കരുത്, എന്നോട് അത് പറയരുത്, എനിക്കത് ഇഷ്ടമല്ല. അത് വളരെ വിഡ്ഢിത്തരമാണ്. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഒരു വ്യക്തി ഇന്ന് ഒരു ജനിച്ച ആളല്ല, നമ്മൾ ഒരുപാട് യുഗങ്ങളായിട്ട് ജന്മമെടുത്ത ആൾക്കാരാണ്. അപ്പൊ ആ യുഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇന്നത്തെ 70 വയസ്സുള്ള വ്യക്തിയേക്കാൾ പ്രായം ഉണ്ടാവും നമുക്ക്. നമ്മൾ കുറച്ച് വൈകിട്ടായിരിക്കും അടുത്ത ജന്മം എടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ പ്രായത്തെ നമ്മൾ ബഹുമാനിക്കാം, പക്ഷെ അറിവിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അറിവിനെ സ്വീകരിക്കണം. ഇപ്പൊ എന്നേക്കാൾ താഴെയുള്ള ഒരു കുട്ടിയായിരിക്കും. ഇപ്പൊ എൻ്റെ ഏട്ടന്റെ മോള് ലക്ഷ്മി, ഞാൻ പറയല്ലേ സംസാരിക്കാറില്ല, ഞാൻ അവളോട് പലപ്പോഴും ചോദിക്കും, നിനക്ക് എന്നെയാണോ കൂടുതൽ ഇഷ്ടം, നിന്റെ അമ്മയാണോ കൂടുതൽ ഇഷ്ടം? അപ്പൊ അവള് പറയുന്നൊരു വാക്കുണ്ട്, അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന്. അത് വലിയൊരു അറിവാണത്. കാരണം എന്താ? ഒരിക്കലും അമ്മയെയും അമ്മയ്ക്ക് തുല്യമായിരിക്കുന്ന അവൾ എന്നെയും അവൾക്ക് വേർതിരിച്ച് കാണാനാവില്ല. അതൊരു വലിയ അറിവാണ് ആ കുട്ടി പറയുന്നത്. അപ്പൊ അവളുടെ പ്രായം എന്ന് പറയുന്നത് 10 വയസ്സാണ്. പക്ഷെ ആ 10 വയസ്സിൽ ആ കുട്ടി സംസാരശേഷി വ്യക്തമായിട്ടില്ലാത്ത ആ കുട്ടിക്ക് ആ അറിവ് എവിടെ നിന്ന് വന്നു? യുഗാന്തരങ്ങൾ കൊണ്ട് ആ കുട്ടി സ്വായത്തമാക്കിയ അറിവാണത്. അപ്പൊ നമ്മൾ ആ അറിവിനെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിനക്ക് അമ്മമ്മയാണോ ഇഷ്ടം, അച്ഛച്ചനെയാണോ ഇഷ്ടം? അപ്പൊ അവള് പറയും, ക്ഷമിക്കണം വൈഫൈ കട്ടായതാണ്. അപ്പോ ആ കുട്ടിയുടെ അറിവെന്ന് പറയുന്നത്, ക്ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് വൈഫൈ കട്ടാവുന്നത്. അപ്പൊ ആ അറിവെന്ന് പറയുന്നത് എന്താണ്? വളരെ ആഴമേറിയതാണ്. അങ്ങനെ 2 പേരെ തമ്മിൽ വ്യത്യസ്തരായി കാണാൻ പാടില്ല എന്നുള്ളൊരു വലിയ അറിവാണ് നമ്മളെ ആ കുട്ടി പഠിപ്പിക്കുന്നത്. അപ്പൊ പ്രായം കൊണ്ടല്ല നമ്മൾ ഇവിടെ അറിവിനെ മനസ്സിലാക്കേണ്ടത്. അത് യുഗങ്ങൾക്ക് മുമ്പേ ജന്മമെടുത്ത ആത്മാവാണ്. ആ ആത്മാവിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അറിവുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? അഹങ്കാരമില്ലാത്തവര് സാധാരണയായി ചെയ്യുന്നത്, എന്തൊരു കാര്യം തിരഞ്ഞെടുക്കാൻ പോകുന്നതിന് മുൻപേ പരിചയസമ്പന്നരോട് ചോദിക്കും. പരിചയസമ്പന്നരായിരിക്കുന്ന ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾക്ക് വ്യക്തമായ തീരുമാനമെടുക്കുന്ന ആളുകളായിരിക്കും എന്ത്? അറിവുള്ള വ്യക്തികൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. യുധിഷ്ഠിരൻ അഗാധ പണ്ഡിതനാണ്, ഒരുപാട് അറിവുണ്ട് യുധിഷ്ഠിരന്. എന്നിട്ടും പരിചയസമ്പന്നനായിരിക്കുന്ന ഭീഷ്മ പിതാമഹനോട് ഏറ്റവും ഉചിതമായിരിക്കുന്ന ഉപായമായിരിക്കുന്ന വഴികളെല്ലാം യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്. അതേസമയം നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്താ പറയാ, പിന്നെ അയാൾ അത്ര വലിയ നല്ല വ്യക്തിയാണെങ്കിൽ ഇപ്പൊ ഈ ഭീഷ്മ പിതാമഹൻ ഇതിൽ കിടക്കുവോ, എന്താണ് ശരശയ്യയിൽ കിടക്കുവോ? ആളുടെ കയ്യിലിരിപ്പ് ശരിയില്ല, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ കിടക്കേണ്ടി വന്നത് എന്നായിരിക്കും നമ്മുടെ ഈ എന്താ പറയാ ഈ കാലഘട്ടത്തിലെ ആൾക്കാർ പറയുന്നത്, അല്ലെ? ഈ കാലഘട്ടത്തിലെ ആൾക്കാർ അത് അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ആള് ശരിയില്ല, അല്ലെങ്കിൽ ആ പണി അവന് കിട്ടണം. ഇതാണ് നമ്മുടെ കാലത്തിലെ ആൾക്കാർ പറയുന്നത്. പക്ഷെ ഇവിടെ യുധിഷ്ഠിരൻ അഗാധ പണ്ഡിതനാണ്, ഭയങ്കര ജ്ഞാനമുണ്ട് യുധിഷ്ഠിരന്. എന്നിട്ടും പരിചയസമ്പന്നനായിരിക്കുന്ന ഭീഷ്മ പിതാമഹനോട് ഏറ്റവും ഉചിതമായിരിക്കുന്ന ഉപായം, എല്ലാ വഴികളും എന്താണ്? ചോദിച്ചു മനസ്സിലാക്കുകയാണ്. അപ്പോ ലോകങ്ങൾ എന്നതിന് വിദ്യകൾ, ഈ ഭൂലോകം, പൊതുജനങ്ങൾ എന്നെല്ലാം അർത്ഥമുണ്ട്. ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുജനങ്ങള്, അതുപോലെ വിദ്യകള്, അറിവുകള്, ഇതെല്ലാം ലോകം എന്നാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ശ്രേയസിനും പ്രേയസിനും ഋഷിവര്യന്മാര് പല പല വിദ്യകൾ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. ശ്രേയസും പ്രേയസും ഇത് രണ്ടിനും ഋഷിവര്യന്മാർ ഒരുപാട് വിദ്യകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ വേദങ്ങൾ 4 ഉണ്ട്, അല്ലെ? ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം, 6 വേദാംഗങ്ങൾ ഉണ്ട്. 4 വേദങ്ങൾക്ക് 6 വേദാംഗങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. 4 വേദങ്ങൾ ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 4 വേദങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ ഈ വേദങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം. അപ്പൊ ഈ 4 വേദങ്ങൾക്കും 6 വേദാംഗങ്ങൾ ഉണ്ട്. 4 വേദങ്ങൾ, 6 വേദാംഗങ്ങൾ. ഈ 6 വേദാംഗങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം. ജ്യോതിഷം ഈ വേദങ്ങളിൽ വരുന്ന 6 വേദാംഗങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. മനസ്സിലായി? വേദങ്ങളുടെ
വേദാംഗങ്ങളിലാണ് ജ്യോതിഷം വരുന്നത്. അപ്പോ ഈ 4 വേദങ്ങൾക്കും ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം, ഇങ്ങനെ 6 വേദാംഗങ്ങൾ. ഓക്കെ. ഷഡ് ദർശനങ്ങളിൽ വെച്ച് കർമ്മമാർഗം ഉയർത്തിപ്പിടിക്കുന്ന പൂർവമീമാംസയും നിർഗുണ ബ്രഹ്മത്തെ പറ്റിയുള്ള ഉത്തരമീമാംസയും പുരാണങ്ങൾ, ധർമ്മശാസ്ത്രം എന്നിവ 14 വിദ്യാസ്ഥാപനങ്ങളാണെന്നും അതുപോലെ തന്നെ ഉപവേദങ്ങളുണ്ട്. വേദങ്ങള് 4 6 വേദാംഗങ്ങള്. ഇനി അതിൽ ഉപവേദങ്ങളുണ്ട്. ഏതൊക്കെയാ ഉപവേദങ്ങള്? ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം, അർത്ഥശാസ്ത്രം. 4 വേദങ്ങള്, 6 വേദാംഗങ്ങള്, അതിന് 4 ഉപവേദങ്ങൾ. ഈ ഉപവേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയുർവേദം, 4 വേദങ്ങളിലെ 6 വേദാംഗങ്ങളിൽ വന്ന ഉപവേദങ്ങളാണ് ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം, അർത്ഥശാസ്ത്രം. അപ്പോ ഇതെല്ലാം കൂടി പെടുത്തിയിട്ട് 18 വിദ്യാസ്ഥാപനങ്ങൾ, 18 പുരാണങ്ങളിലേക്കാണ് ഈ പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ ഈ വിദ്യാസ്ഥാപനങ്ങൾ ആവട്ടെ ദൈവത്തിന്റെ വിവിധ രൂപങ്ങളെ, നാമങ്ങളെ പറ്റിയെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? ജ്യോതിഷമാണോ, ആയുർവേദമാണോ, വേദങ്ങളാണോ? എന്താണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും പ്രാധാന്യമുള്ളത് എന്താണ്? ഇതാണ് യുധിഷ്ഠിരന്റെ ചോദ്യം. വേദങ്ങളാണോ, വേദാംഗങ്ങളാണോ, ഉപവേദങ്ങളാണോ? എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ്? നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് തന്നെയാണ് യുധിഷ്ഠിരനും ചോദിക്കുന്നത്. അപ്പോ സിംഹവാലോകന സിദ്ധാന്ത പ്രകാരം ലോകേ ഭവത പരമോമത, അതായത് ഏകം എന്നാൽ അതിന് തുല്യമായി മറ്റൊന്നുമില്ല. എല്ലാം കൂടി ഒന്നാക്കി കഴിഞ്ഞാൽ അതിന് തുല്യമായിട്ട് ഒന്നുമില്ല. വേദങ്ങളെയും വേദാംഗങ്ങളെയും ഉപവേദങ്ങളെയും എല്ലാത്തിനെയും കൂടി നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ശക്തിയായി, അല്ലെ? അതിന് തുല്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഹരിയും ഹരനും ഹിരണ്യഗർഭനും, ഹരി, ഹരൻ, ഹിരണ്യഗർഭൻ, 3 പേരെ എടുത്തോ. ഹരിനെ എടുത്തോ, ഹരനെ എടുത്തോ, ഹിരണ്യഗർഭനെ എടുത്തോ. ഈ ദേവന്മാരില് ആരാണ് മുന്നിൽ നിൽക്കുന്നത്? ഹരിയാണോ, ഹരനാണോ, ഹിരണ്യഗർഭനാണോ? ആരാ മുമ്പിൽ നിൽക്കുന്നത്? നമുക്ക് സംശയം വരും ആരാന്നുള്ളത്, അല്ലെ? ഓരോരുത്തരും അവരവർ ഉപാസിക്കുന്ന ദൈവമാണ് ഏറ്റവും വലുതെന്ന് പറയും. ഇപ്പോ കൃഷ്ണനെ ആരാധിക്കുന്നവർ പറയും, കൃഷ്ണ പരമ ദിവ്യോത്തമ പുരുഷൻ, കൃഷ്ണൻ തന്നെയാണ് ഏറ്റവും വലുത്. ഇതേ മഹാദേവന്റെ ഒരു ഭക്തനെ കണ്ടുകഴിഞ്ഞാൽ മഹാദേവനാണ് ഏറ്റവും വലുത്. ഒരു ദേവി ഉപാസകൻ വന്ന, അല്ലല്ല ഭഗവതിയാണ് ഏറ്റവും വലുത്. അവനവൻ ഇഷ്ടമുള്ള, അവനവൻ ആരാധിക്കുന്ന ദേവതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കും. അപ്പോ മറ്റുള്ളതെല്ലാം താഴ്ത്തി പറയും ചെയ്യും. അതങ്ങനെയും താഴ്ത്തി പറയും. അതുകൊണ്ട് സംശയം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് യുധിഷ്ഠിരന്. അപ്പൊ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇതെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക, എന്താ ഇത് പറയേണ്ടത്, എനിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. ആകെപ്പാടെ യുധിഷ്ഠിരന് കൺഫ്യൂഷൻ വരികയാണ്. അപ്പൊ മായാവാദം, പരിണാമവാദം, വിവർത്തവാദം, ജ്ഞാനമാർഗം തുടങ്ങിയൊക്കെ ഉണ്ടെങ്കിലും ഒന്നും തെരഞ്ഞെടുക്കാൻ പറ്റണില്ല, ഒന്നും ബുദ്ധിയിലേക്ക് തെരഞ്ഞെടുക്കാൻ പറ്റണില്ല. ഇതെല്ലാം കൂടി ഒരു സംശയമായിരിക്കും, ഒരു സാമ്പാർ പോലെ ആയിരിക്കണം. ഇതിൽ ഏതാ നല്ലത്, ഏതാ ശരി, ഏതാ കറക്റ്റ്, ഏതാ മുകളിലെ, ഏതാ താഴെ, ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം തുടങ്ങാണ്. എന്താണ്? ഏതാണ് ബെസ്റ്റ് എന്നുള്ള ഒരു ചോദ്യമാണ് യുധിഷ്ഠിരൻ വെക്കുന്നത്. അടുത്ത സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രാപ്യസ്ഥാനം എത്തിയാൽ അവിദ്യാരൂപമായിരിക്കുന്ന ഹൃദയഗ്രന്ഥി എല്ലാം തീർത്തിട്ട് ചിഹ്ന സംശയനായി തീരും. സംശയങ്ങളെല്ലാം നീങ്ങുന്നതോടെ സഞ്ചിത കർമ്മം നശിച്ചു പോകുന്നു. അപ്പോൾ മോക്ഷം പ്രാപിച്ച് ബ്രഹ്മവിത്തായി ബ്രഹ്മം തന്നെയായി തീരുന്നു. അതായത് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംശയങ്ങളും മാറും. എന്നിട്ട് നമ്മൾ ബ്രഹ്മത്തിലേക്ക് തന്നെ ലയിക്കും. അതാണ് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ മുണ്ടകോപനിഷത്തില് പറയുന്നുണ്ട് എന്താണ്? ദിത്യതേ ഹൃദയഗ്രന്ഥിഷ് ചിന്ത്യതേ സർവസംശയ ക്ഷത്രിയേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാപരേ എന്ന് പറഞ്ഞിട്ട് എല്ലാ സംശയങ്ങളും മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി? നിശബ്ദരായി ബ്രഹ്മത്തിൽ ലയിച്ചു പോകും. എല്ലാത്തിനും ഒരു ഉത്തരം ഉണ്ട്. ആ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ യുധിഷ്ഠിരന് ഒരുപാട് സംശയങ്ങൾ ഉണ്ട് താനും. ആ സംശയങ്ങളെല്ലാം സാധാരണക്കാരായ മനുഷ്യന്മാരുടെ സംശയങ്ങളാണ്. അതെല്ലാം യുധിഷ്ഠിരൻ ചോദിച്ച് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? എന്നിട്ടോ കാര്യകാരണ 9:30 ക്ലാസ് നിർത്തൂട്ടോ, എന്നിട്ട് ബാക്കി നാളെ എടുത്തരാം. കാര്യകാരണ രൂപനായിരിക്കുന്ന പരമാത്മാവിനെ ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണുമ്പോൾ, അതായത് കാര്യത്തിന് കാരണമായിരിക്കും, എല്ലാത്തിനും കാരണമായിരിക്കുന്ന പരമാത്മാവിനെ, ഭഗവാനെ നമ്മുടെ ജ്ഞാനദൃഷ്ടി ഉൾക്കണ്ണുകൊണ്ട് കാണുമ്പോൾ
ഹൃദയത്തിന്റെ അവിദ്യാവാസനകളെല്ലാം മാറിപ്പോവാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള കുറെ അറിവില്ലായ്മയുണ്ട്. അങ്ങനെ ചെയ്തൂടാ, ഇങ്ങനെ ചെയ്തൂടാ, അത് പറഞ്ഞൂടാ, ഇത് പറഞ്ഞൂടാ, അങ്ങനെയുള്ള കുറെ അറിവില്ലായ്മകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട് അല്ലെ. ഭഗവാനെ നമ്മൾ ഹൃദയം കൊണ്ട് കണ്ടാ പിന്നെ നമുക്കൊന്നും ചിന്തിക്കാനില്ല. കാരണം എന്താന്ന് വെച്ചാല് അശുദ്ധിയെല്ലാം ശരീരത്തെയാണ് ബാധിക്കുന്നത്. ഒറ്റ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോഴാണ് കൂട്ടുകുടുംബം ഇല്ലാതെ ജീവിക്കാൻ തുടങ്ങിയത്. അച്ഛൻ, അമ്മ, 2 കുട്ടികൾ എന്ന് പറഞ്ഞ് ജീവിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഏറ്റവും ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു ഭാര്യയും ഭർത്താവും 2 ആൺകുട്ടികളും ഒരു വീട്ടിലുണ്ട്. അച്ഛൻ, അമ്മ, 2 കുട്ടികൾ. അപ്പോൾ ഈ അമ്മ അശുദ്ധിയാവുകയാണെന്ന് കരുതാം. അതായത് ആർത്തവ ചക്രം, പീരീഡ്സ് വരികയാണ്. മാസത്തിൽ ഒരു 7 ദിവസം, ഒരു 5 ദിവസമൊക്കെ നോർമൽ ലേഡീസിന് പീരീഡ്സ് വരും. പക്ഷെ 2 ദിവസം ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മാസത്തിൽ ഒരു 30 ദിവസം ഉണ്ട്. ഈ 30 ദിവസത്തില് 7 ദിവസം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ദിവസം ഉണ്ട്? 23 ദിവസം അല്ലെ. 7 ദിവസം അയ്യോ അമ്മ അശുദ്ധിയാണ്, അപ്പൊ അമ്പലത്തിൽ പോകാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പൊ ആ 7 ദിവസം 30 ദിവസത്തിൽ പോയി കിട്ടി, 23 ദിവസമായി. 23 ദിവസത്തിൽ ഒരു 3 ദിവസം നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസൗകര്യങ്ങൾ വന്നെന്ന് കരുതാം. എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വയ്യായിക വന്നു, അങ്ങനെ എന്തെങ്കിലും ആണ്. പിന്നെ ആ 3 ദിവസവും നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോണില്ല. അപ്പൊ എത്രയായി? ബാക്കി 20 ദിവസമായി. 20 ദിവസത്തിൽ 10 ദിവസം നമുക്ക് ജോലിക്ക് പോകണം എന്ന് കരുതാം. അപ്പൊ ആ 10 ദിവസം നമുക്ക് പോകാൻ പറ്റില്ല, ബാക്കി 10 ദിവസമേ ഉള്ളൂ. ആ 10 ദിവസത്തിൽ 5 ദിവസം ആരെങ്കിലും മരിക്കുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയും പോയി. പിന്നെ എവിടെയാണ് നമുക്ക് അമ്പലത്തിൽ പോകാൻ, ഈശ്വരനെ പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കുക? ഇത് ഒരു അച്ഛൻ, അമ്മ, 2 കുട്ടികൾ മാത്രമുള്ള കുടുംബത്തിന്റെ അവസ്ഥ. ഇതേ കൂട്ടുകുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ നിരവധി സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഈ 30 ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. നമുക്ക് അശുദ്ധി ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ? ഒന്നും ഈശ്വരനെ പ്രാർത്ഥിക്കാൻ മാനദണ്ഡമല്ല. തുറന്ന ഹൃദയം. നമ്മളുടെ അശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു ചിന്താഗതിയാണ്. നമ്മൾ എന്താണ്? ഭഗവാനെ ഹൃദയം കൊണ്ടാണ് സ്മരിക്കേണ്ടത്. നമ്മുടെ പാഞ്ചാലി കൗരവ സഭയിൽ വെച്ചിട്ട് വസ്ത്രാഭിഷേകം നടന്ന സമയത്ത് രജസ്വലയായിരുന്നു, അതായത് പീരീഡ്സ് ആയിരുന്നു പാഞ്ചാലി. എന്നിട്ട് പാഞ്ചാലി 2 കൈയും നീട്ടിയിട്ട് എല്ലാരെയും കൂപ്പി വിളിച്ചു. എല്ലാരെയും പാഞ്ചാലി ഇങ്ങനെ എന്താ പറയാ പ്രാർത്ഥിച്ചു, എല്ലാരോടും അപേക്ഷിച്ചു പാഞ്ചാലി അല്ലെ. എന്നെ രക്ഷിക്കൂ എന്ന് ഭർത്താക്കന്മാരോടും എല്ലാരോടും ഗുരുക്കന്മാരോടൊക്കെ എല്ലാരും തലകുനിച്ചു നിന്നു. അവസാനം പാഞ്ചാലി എന്ത് ചെയ്തു? 2 കൈ എടുത്തിട്ട് കൃഷ്ണാന്ന് വിളിച്ചു. അവിടെ ഭഗവാൻ എന്ത് ചെയ്തിട്ടില്ല? അശുദ്ധി നോക്കിയിട്ടില്ല. നീ അശുദ്ധിയാണ്, നീ പീരീഡ്സ് ആണെന്ന് പറയും ഭഗവാൻ വരാതിരുന്നോ? ഭഗവാൻ വരാതിരുന്നിട്ടില്ല. അപ്പൊ ഭഗവാൻ എവിടെയാ നോക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ ഹൃദയം പരിശുദ്ധമാണോ? ധൈര്യമായിട്ട് ഭഗവാനെ വിളിച്ചോ. ഒരു അശുദ്ധിയും നമ്മളെ ബാധിക്കണില്ല. ഹൃദയം കൊണ്ട് വിളിക്കൂ കൃഷ്ണനെ, കൃഷ്ണൻ വന്നിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇവിടെ പറയുന്ന വെച്ചാല് കാരണ രൂപനായിരിക്കുന്ന പരമാത്മാവിനെ ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണുമ്പോൾ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളുകൊണ്ട് നമ്മൾ ഭഗവാനെ കാണുമ്പോൾ ഹൃദയത്തിന്റെ അവിദ്യാവാസനകളെല്ലാം അകന്നു പോവാണ്. അറിവില്ലായ്മ, ഹൃദയത്തിലുള്ള എല്ലാ അറിവില്ലായ്മയും നമ്മളിൽ നിന്ന് പോകും. ബന്ധനങ്ങളെല്ലാം പൊട്ടിപ്പോവാണ്. നമുക്കൊരു ബന്ധനവും ഇല്ല, യാതൊരുവിധ ബന്ധനവും നമുക്ക് ഭഗവാനെ വിളിക്കുന്നതിനില്ല. ഒരു തടസ്സങ്ങളും ഇല്ല നമുക്ക് ഭഗവാനെ വിളിക്കുന്നത്. എല്ലാ സംശയങ്ങളും തീരുകയാണ് നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ. എല്ലാ വേദനകളും അകലാണ്. അവന്റെ എല്ലാ കർമ്മങ്ങളും ക്ഷയിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ യുഗാന്തരങ്ങളായി ചെയ്ത എല്ലാ ദുരിതങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോവാണ് ഭഗവാനെ വിളിക്കുമ്പോൾ. മനസ്സിലായില്ലേ? നീ ആ തെറ്റ് ചെയ്തവൾ, ഈ തെറ്റ് ചെയ്തവൾ, അവിടെ പോയവൾ, ഇവിടെ പോയവൾ, ഇങ്ങനെ ചെയ്തവൾ, അങ്ങനെ ചെയ്തവൾ, ഇങ്ങനത്തെ ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു തെറ്റും ഇല്ല. ഹൃദയം പരിശുദ്ധമാണ്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും ഒരു ധാർമ്മികതയുണ്ട്. മറ്റുള്ളവരെ കണ്ണിൽ നമ്മൾ ചെയ്യുന്നത് 1000 തെറ്റുകളാവാം. മനസ്സിലായില്ലേ? 1000 അല്ല 10,000 തെറ്റുകളാവാം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഭഗവാൻ നോക്കി കാണുമ്പോഴോ അതിലെ ശരികളാണ് ഭഗവാൻ നോക്കി കാണുന്നത്. അതുകൊണ്ട് നമുക്ക് മറ്റൊരാളെ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. ഞാൻ ഇങ്ങനെ ഒരാളെ ചൂണ്ടുകയാണെങ്കിൽ ഈ 3 വിരൽ എന്റെ നേരെയാണ് ചൂണ്ടുന്നത്. ഒരു വിരലായിരിക്കും ഞാൻ നിങ്ങളെ ചൂണ്ടുന്നത്, പക്ഷെ 3 വിരലും എനിക്ക് നേരെ തന്നെ ഞാൻ ചൂണ്ടുന്നുണ്ട്. നമ്മൾ ആരെയും വിധിക്കാൻ ആളല്ല. കാരണം എന്താ? നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ളത് പോലും നമുക്ക് അറിഞ്ഞൂടാ. ഇനി നമ്മുടെ ഹൃദയം കറക്റ്റ് ആണെങ്കിൽ അത് ഭഗവാൻ കാണുന്നുണ്ട്. നമ്മൾ പുറമേ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ടായിരിക്കും പല ആളുകൾക്കും തോന്നുന്നത്. വീട്ടിലുള്ളവർക്കും, നാട്ടിലുള്ളവർക്കും, കുടുംബക്കാർക്കും, കൂട്ടക്കാർക്കും എല്ലാവർക്കും നമ്മൾ വലിയ തെറ്റായിരിക്കും. പക്ഷെ ഈശ്വരന് നമ്മളെല്ലാം ശരിയായിരിക്കും. അപ്പൊ വിധിക്കേണ്ടവൻ ആരാണ്? ഈശ്വരനാണ്. ആ ഈശ്വരന് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ, ധാർമ്മികത ചെയ്യാൻ. അതിനുള്ള ഉത്തരം തരേണ്ടത് ഭഗവാനാണ്. അപ്പോ എല്ലാ കർമ്മങ്ങൾ, എല്ലാ ജന്മാന്തരങ്ങളിൽ ചെയ്തു പോയ എല്ലാ ദുരിതങ്ങളും മാറി ഈശ്വരനെ വിളിക്കുന്നതോടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറി നമ്മൾ നല്ലൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. വ അഭി എന്നുള്ള ഉള്ളത് കൊണ്ട് ഈ പാരായണ ദ്വൈതവും ഒന്ന് തന്നെയാണോ അതോ വേറെ വേറെ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അപ്പോൾ മനുഷ്യന് ഏറ്റവും ശുഭകരമായ സ്ഥാനം പ്രാപിക്കാൻ ഏതു ദേവന്റെ ഗുണസങ്കീർത്തമാണ് ചെയ്യേണ്ടത്, നമുക്ക് ഗുണം വരാൻ വേണ്ടി നമ്മൾ ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഇവിടെ യുധിഷ്ഠിരന്റെ അടുത്ത ചോദ്യം. ഏതൊരു ദേവനെയാണോ നമ്മൾ അർച്ചിക്കേണ്ടത്, അർച്ചിക്കാൻ മീൻസ് അർച്ചന ചെയ്യാം. ഈ സ്ഥാനം ലഭിക്കാൻ അർച്ചന ബാഹ്യവും ആന്തരികവും ആവാം. നമ്മൾ ഏത് ദേവനെയാണ് നമ്മൾ ഉള്ളുകൊണ്ടോ അല്ലെങ്കിൽ പുറമെ പൂജ ചെയ്തിട്ടോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനിച്ചുകൊണ്ട് ആരാധിച്ച്, അതാണ് അന്തര അർച്ചന എന്ന് പറയുന്നത്. മനസ്സിലായി? ആന്തരിക അർച്ചനയുണ്ട്, ബാഹ്യ അർച്ചനയുണ്ട്, 2 തരം അർച്ചനകളുണ്ട്. മനസ്സിനെ നമ്മൾ ഏകാഗ്രമായിട്ട്, മാനസപൂജയെ പറ്റി ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ വിളക്ക് വെക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പെട്ടെന്നൊന്ന് പുറത്തു പോകേണ്ടി ഒന്നുമില്ല, എന്റെ നാട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ അയ്യോ എനിക്ക് വീട് അടച്ചിട്ട് പോകാൻ പറ്റില്ല, വിളക്ക് വെക്കണം, വീട് അടച്ചിട്ട് പോകാൻ പറ്റില്ല. എത്ര കാലം ഈ വീടിന് കാവലിരിക്കും? എന്റെ ചോദ്യമാണ്, എത്ര കാലം ഈ വീടിന് കാവലിരിക്കും? കാവലിരിക്കാൻ പറ്റില്ല. അപ്പോ അവിടെയാണ് നമ്മൾ മാനസ പൂജ പഠിക്കേണ്ടത്, ആന്തരിക അർച്ചന പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? ആന്തരിക അർച്ചന എന്ന് പറഞ്ഞാൽ മനസ്സ് ഏകാഗ്രമാക്കിയിട്ട്, നമ്മുടെ മനസ്സ് ശാന്തമാക്കി ഏകാഗ്രതയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക? അർച്ചിക്കുക ഭഗവാനെ. നമ്മൾ യാത്രയിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ഒരു സഹസ്രനാമ പുസ്തകം എടുത്ത് നമ്മൾ വായിക്കുക. ഇനി അതും പറ്റില്ലേ, മനസ്സ് ഏകാഗ്രമാക്കി കണ്ണടച്ചിരുന്നിട്ട് ഭഗവാനെ സ്മരിക്കുക, അതും ഒരു അർച്ചനയാണ്. നമ്മൾ പറയാറില്ലേ ചില സമയത്ത്, അയ്യോ ഞാൻ ഇപ്പൊ ഞാൻ നിന്നെ ചിന്തിച്ചതേ ഉള്ളൂ, ഉടനെ നീ ഫോൺ വിളിച്ചു. പലപ്പോഴും എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പറയാറുണ്ട്, നിന്നെ കുറിച്ച് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നീ വിളിച്ചു. ഇതൊരു മനസ്സിന്റെ ഒരു ബന്ധമാണ്. ഈ ബന്ധം മനുഷ്യർ തമ്മിലുണ്ടെങ്കിൽ ഭഗവാനുമായിട്ട് എത്ര സ്പീഡായിട്ടുണ്ടാവും ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയൊക്കെ അമ്പിളി ഫോൺ വിളിച്ചില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്റെ കോള് വരുന്നത്. അത് വളരെ ഒരു കോയിൻസിഡൻസ് ആണ് അല്ലെ? ഞാൻ ഇപ്പൊ ചിന്തിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും നീ കയറി വന്നു, അല്ലെങ്കിൽ നീ പെട്ടെന്ന് വിളിച്ചു. ഇത് മനസ്സിന്റെ ഒരു ബന്ധമാണ്. ഈ ബന്ധം നമുക്ക് ഈശ്വരനുമായിട്ടും ഉണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ആന്തരിക അർച്ചന നമ്മൾ പഠിക്കണം. എപ്പോഴും ചിലപ്പോൾ നമുക്ക് പൂജ ചെയ്യാനോ പ്രാർത്ഥിക്കാനോ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യണം, കൃത്യനിഷ്ഠയോടെ കൂടി ചെയ്യണം, അതല്ല പറയുന്നത്. സപ്പോസ് ആ സമയത്ത് നമ്മൾ അവിടെ ഇല്ലെങ്കിൽ മനസ്സിന്റെ ഒരു അർച്ചന അത് നമ്മൾ പഠിക്കണം. ഹൃദയം കൊണ്ട് ഭഗവാനെ അർച്ചിക്കാൻ പഠിക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത്? ആന്തര അർച്ചന എന്ന് പറയുന്നത്. പുഷ്പം, ധൂപം, ദീപം, നിവേദ്യം. പൂക്കള്, ധൂപം എന്ന് പറഞ്ഞാൽ ചന്ദനത്തിരി, അഗർബത്തി നമ്മൾ കാണിക്കുന്ന ധൂപം, ദീപം വെളിച്ചം, അതായത് ദീപം, നിവേദ്യം ഭഗവാന് നമ്മൾ നൽകുന്ന നിവേദ്യം. മനസ്സിലായില്ലേ? ഈ നിവേദ്യം അതായത് പുഷ്പം, ധൂപം, ദീപം, നിവേദ്യം, ഇതുകൊണ്ട് ദേവതയുടെ പ്രതീകത്തെ മുമ്പിൽ വെച്ചിട്ട്, അതായത് ഭഗവാന്റെ രൂപത്തെ അല്ലെങ്കിൽ ഫോട്ടോയെ അല്ലെങ്കിൽ വിഗ്രഹത്തെ വട്ടവർ മേ ബി, ഭഗവാന്റെ ആ രൂപത്തെ മുൻപിൽ വെച്ചുകൊണ്ട് പൂജ ചെയ്യുന്നതാണ് ബാഹ്യമായിരിക്കുന്ന അർച്ചന എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വിഷ്ണു സഹസ്രനാമം എടുത്തിട്ട് നമ്മൾ വേറെ എവിടേക്കോ പോകും, പോട്ടെ, സാരില്ല. ആന്തരികമായ അർച്ചനയും ബാഹ്യാർച്ചനയും രണ്ടും രണ്ടാണ്. ഹൃദയം കൊണ്ട് സ്മരിച്ച് പൂജ ചെയ്യുന്നതാണ് എന്ത്? ഏകാഗ്രതമായിരിക്കുന്ന ഹൃദയമായിരിക്കണം കേട്ടോ. പല പല ചിന്തകൾ കൊണ്ടുള്ള ഹൃദയമാവരുത്. ഏകാഗ്രമായിരിക്കുന്ന ഹൃദയം കൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നതാണ് എന്ത്? ആന്തരിക അർച്ചന. അതും പൂജ തന്നെയാണ്. ഇനി ധൂപം, ദീപം, അതുപോലെ പുഷ്പം, നിവേദ്യം, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അർച്ചന ചെയ്ത് ആ ദേവനെ ആരാധിക്കുകയാണെങ്കിൽ അതെന്താണ്? നമ്മുടെ ബാഹ്യമായിരിക്കുന്ന അർച്ചനയാണ്. മറ്റ് പുറമേ വെച്ച് പുറത്തു നിന്ന് നമ്മൾ ചെയ്യുന്ന അർച്ചനയാണ്. മനസ്സിലായോ? അപ്പോ ഇത് ഷോഡശോപാചരങ്ങൾ നിർവഹിച്ച് പൂജ ചെയ്യുമ്പോൾ ബാഹ്യമായിരിക്കുന്ന അർച്ചനയാണ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അർച്ചന ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ 4 ചോദ്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ച ശ്ലോകത്തിലുള്ള 4 ചോദ്യങ്ങളാണത്. മനസ്സിലായോ? അപ്പൊ വീണ്ടും 2 ചോദ്യങ്ങൾ കൂടി നമ്മുടെ മാനവ സമുദായത്തിന്, നമ്മുടെ ഈ ലോകത്തിന് വേണ്ടി, നമ്മുടെ മനുഷ്യരുടെ ഈ ഒരു സമുദായത്തിന് വേണ്ടി യുധിഷ്ഠിരൻ ഇനിയും 2 ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് അതും കൂടി എടുക്കാം. കോ ധർമ്മ സർവധർമാണാം ഭവത പരമോ മത കിം ജപൻ മുച്യന്തേ ജന്തു ജന്മ സംസാര ബന്ധനാത്. അതായത് കോ ധർമ്മ സർവധർമ്മണാം ഭവതഃ പരമോ മതഃ കിം ജപമുച്യന്തേ ജന്തു ജന്മ സംസാര ബന്ധനാത്. മനസ്സിലായില്ലേ? ജന്തു ജന്മ സംസാര ബന്ധനാത്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദേവന്റെ ഭഗവാന്റെ അഭിപ്രായത്തില് എല്ലാ ധർമ്മങ്ങളിലും വെച്ച് പ്രധാനമായ ധർമ്മം എന്താണ്? ഒരുപാട് ധർമ്മങ്ങൾ നമുക്കുണ്ടല്ലേ. ഈ ധർമ്മങ്ങളിലെല്ലാം വെച്ചിട്ട് പ്രധാനമായിരിക്കുന്ന ധർമ്മം എന്താണ്? എന്ത് ജപിച്ചാലാണ് ജന്തുക്കളെല്ലാം ജനന മരണാദികളായിരിക്കുന്ന സംസാര ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നത്? നമ്മൾ എന്ത് ജപിച്ചാലാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ജനിച്ച് കഷ്ടപ്പെടാതിരിക്കുക? എന്താണ് നമുക്ക് മോക്ഷം കിട്ടാൻ നമ്മൾ ജപിക്കേണ്ടത്? അഭ്യുദയ ശ്രേയസ്സിന് കാരണമായിരിക്കുന്ന പല ധർമ്മങ്ങളും ഭീഷ്മർ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവയില് ഭീഷ്മ പിതാമഹൻ ഏറ്റവും മഹത്തമായി കരുതുന്നത് ഏതാണെന്ന് ധർമ്മപുത്രർക്ക് അറിയണം.
ഈ ചോദ്യങ്ങളിൽ ഏത് ദേവനെ പൂജിക്കണം, എങ്ങനെയാണ് അർച്ചന ചെയ്യേണ്ടത്, എന്ത് ജപിച്ചാലാണ് നമുക്ക് മോക്ഷം ലഭിക്കുന്നത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് ധർമ്മങ്ങളെ കുറിച്ച് ഭീഷ്മ പിതാമഹനോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. ഇതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് ഭീഷ്മ പിതാമഹൻ കാണുന്നത്? ഇതാണ് ആരറിയേണ്ടത്? ഇതാണ് ആർക്കറിയേണ്ടത്? ഈ യുധിഷ്ഠിരൻ അറിയേണ്ടത്. ഭീഷ്മരുടെ അഭിപ്രായം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വിലയേറിയതാണ്. ഭീഷ്മര് പറയാൻ പോണ അഭിപ്രായം ബ്രഹ്മചര്യം, തപസ്, സേവനം, ധ്യാനം, ഇത് 4 കാര്യങ്ങളും കർശനമായിട്ട് ജീവിതകാലം മുഴുവൻ അനുഷ്ഠിച്ച ഒരാളാണ് ആര്? ഭീഷ്മ പിതാമഹൻ. ബ്രഹ്മചര്യം ഉണ്ടായിരുന്നു, തപസ് ഉണ്ടായിരുന്നു, സേവനം ഉണ്ടായിരുന്നു, ധ്യാനം ഉണ്ടായിരുന്നു. ഇത് 4 ശക്തമായിട്ട് ആചരിച്ച ഒരാളാണ് ഭീഷ്മ പിതാമഹൻ. മനസ്സിലായില്ലേ? സർവശാസ്ത്ര പരാംഗതനാകുന്നുണ്ട്. എല്ലാ ശാസ്ത്രങ്ങളിലും എല്ലാ അറിവുമുള്ള ഒരാളാണ് ഭീഷ്മ പിതാമഹൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു സംശയമില്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ പകരം വെക്കാൻ യാതൊന്നുമില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ഭീഷ്മ പിതാമഹൻ പറയാൻ പോകുന്ന അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് ശ്രീ ഭീഷ്മ ഉവാച, അത് നമുക്ക് നാളെ എടുക്കാം. ഭീഷ്മർ എന്താണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം യുധിഷ്ഠിരന് ഉത്തരം കൊടുക്കാൻ പോണത് എന്നുള്ളത് നമുക്ക് നാളെ പഠിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ 9:30 മണി. എല്ലാവരും കൂടുതൽ വിഷ്ണു സഹസ്രനാമത്തെ കുറിച്ച് മനസ്സിലായോ? ഞാൻ എടുത്ത ക്ലാസ് അതിന് ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഇത്രയും മനസ്സിലായോ? യുധിഷ്ഠിരൻ ചോദിച്ച 4 ചോദ്യങ്ങളുണ്ട്. കിമേകം ദൈവതം ലോകേക്കും വ്യാംപേകം പരായണം. ഏത് ദൈവത്തെയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്? ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? സ്തുവന്തകം കമർച്ചന്ത പ്രാപ്നിയാർ മാനവാ ശുഭം. ശുഭം വരാൻ വേണ്ടി നമ്മൾ ആരെയാണ് അർച്ചിക്കേണ്ടത്, പൂജിക്കേണ്ടത്? കോ ധർമ്മ സർവധർമാണാം ഭവത പരമോമത. എന്ത് ധർമ്മമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്? കിം ജപമുച്യന്തേ ജന്തുജന്മ സംസാര ബന്ധന. ജന്തുജന്മങ്ങൾ എല്ലാ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒരു ജന്തുവാണ്. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാ പറയാ. മനുഷ്യനും ജന്തുക്കൾ തന്നെയാണ്, അല്ലാതെ മൃഗം മാത്രമല്ല ജന്തു. മനുഷ്യനും ജന്തു തന്നെ. ജീവനുള്ള ഏത് വസ്തുവും ജന്തുക്കളാണ്. ഈ ജനിക്കുക മരിക്കുക എന്നുള്ള ഈ ഒരു ആവർത്തനതയിൽ നിന്ന് രക്ഷപ്പെട്ട് മോക്ഷം ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അനുഷ്ഠിക്കേണ്ടത്, എന്ത് ധർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് യുധിഷ്ഠിരന്റെ ചോദ്യം. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുന്ന ഈ ഭീഷ്മ പിതാമഹൻ എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ളതാണ്. എല്ലാത്തിനെയും കുറിച്ചും കൃത്യമായ അറിവുണ്ട്. ബ്രഹ്മചര്യം മുതൽ എല്ലാം, ധ്യാനം, സേവനം, തപസ്, ഇതൊക്കെ കൃത്യമായിട്ട് ആചരിച്ച ഒരു വലിയ ശ്രേഷ്ഠനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരത്തിനും അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട്. അദ്ദേഹം ശ്രീ ഭീഷ്മ ഉവാച, അത് നാളെ അദ്ദേഹം പറയും നമ്മുടെ മഞ്ജരീസിന്റെ ക്ലാസ്സിലൂടെ. ഓക്കെ, അപ്പോൾ വിഷ്ണു സഹസ്രനാമം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ കാരുണ്യം നമ്മൾ എടുത്തു. അപ്പം എന്തായാലും നമുക്ക് എന്താ പറയാ, എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല, പക്ഷെ പറഞ്ഞു. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് മനസ്സിലാവട്ടെ, എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യാം. മുന്നോട്ട് നമുക്ക് കുറെ കൂടെ വിശദമായി പഠിക്കാം കേട്ടോ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. ഹരേ കൃഷ്ണ. നാളത്തെ ക്ലാസ്സിൽ കാണാം കേട്ടോ.